എല്ലാവർക്കും നമസ്കാരം. സാറ് പരിചയപ്പെടുത്തി, പേര് നിതിൻ, സ്ഥലം ആലപ്പുഴയാണ്. ഭൂരിഭാഗം ആൾക്കാരും കോഴിക്കോട്, മലപ്പുറം ജില്ല എന്നുള്ള ആൾക്കാരായിരിക്കാം. എന്നെ പുതിയതായിട്ട് കാണുന്ന ഒരുപാട് വ്യക്തികൾ ഈ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ആവശ്യമാണ്. കാര്യം, രാവിലെ ഞാൻ എന്തു പറയുന്നു അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടുന്ന് വന്നു, എന്ത് ചെയ്തു, എന്തായിരിക്കുന്നു എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഈ ഒരു മീറ്റിംഗിലേക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല, സഹോദരൻ ശൈലേഷ് ബാലൻ സാറ് ഇൻവൈറ്റ്, എനിക്ക് വളരെ സന്തോഷമുണ്ടായി. കാരണം അദ്ദേഹത്തിന്റെ ടീമിലേക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ് എന്നെ ഒരു മീറ്റിങ്ങിന് ഇൻവൈറ്റ് ചെയ്യുന്നത്. എനിക്ക് മൈലേജ് സ്റ്റൈലിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കിട്ടിയ ഒരു സഹോദരനാണ് ബാലേട്ടൻ. ഞാൻ ബാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ആ ബാലേട്ട എന്ന് വിളിക്കുമ്പോൾ ശരിക്കും വളരെ ആത്മാർത്ഥയോടെയാണ് വിളിക്കുന്നത്. കാരണം ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്താണ് കാണുന്നത്. എനിക്ക് ബിസിനസ്സിൽ ഒരുപാട് അഡ്വൈസ് ഒക്കെ ബാലേട്ടൻ തരാറുണ്ട്. ബാലേട്ടൻ ടീമിനോട് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ബിസിനസ്സിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് രാവിലെ കേൾക്കണമെന്നുണ്ടെങ്കിലും ഞാൻ എന്തായിരുന്നു, എന്ത് ചെയ്തു, എന്തായിരിക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കണം. ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ തന്നെ എന്തൊക്കെയോ ഞാൻ പലപ്പോഴും ചെറുത് ചിന്തിച്ചിട്ടുണ്ട്. എന്താണ് ഇത്ര ആഗ്രഹം, എൻ്റെ മനസ്സിൽ എന്താണ് ഇത്ര ആഗ്രഹം? ഈ ആഗ്രഹം ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ മനസമാധാനമില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു ഫാമിലിയിലാണ് ജനിച്ചത്. പക്ഷേ സാധാരണ ഫാമിലിയിൽ ജനിച്ച ഒരാളുടെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ അല്ല വലിയ വീട് വേണം, കാർ വേണം, ഒരുപാട് സ്ഥലത്ത് യാത്രകൾ ചെയ്യണം. ഇന്ന് നമുക്ക് അവൈലബിലിറ്റി ആയിട്ടോ, മനുഷ്യന് വാങ്ങിക്കാൻ പറ്റുന്ന സാധനമൊക്കെ, മനുഷ്യനായിട്ടുള്ളവൻ വാങ്ങിക്കുന്നതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. ഒരു ഗവൺമെന്റ് പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുത്തില്ല. കാര്യം വെച്ചാൽ ഗവൺമെന്റ് പ്രൊഫഷൻ മോശമായിട്ടല്ല, കാരണം ആ ഗവൺമെന്റ് പ്രൊഫഷൻ നിൽക്കുന്ന ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് മേഖലയാണ് പ്രിഫർ ചെയ്തത്. ഗ്രാജുവേഷൻ എല്ലാം കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മാക്സ് ന്യൂയോർക്ക് ലൈഫ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഏജൻസി ഡെവലപ്മെന്റ് മാനേജറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. 2008 ജോയിൻ ചെയ്യുന്നത്. 2017 റിസൈൻ ചെയ്യുന്നത്. അതായത് 10 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. മാക്സിൽ വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെർഫോമർ ആയിട്ട് തന്നെയാണ് ആ കമ്പനിയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഏതാണ്ട് ഒരു 8 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചിന്തയുണ്ടായി. നമ്മളെല്ലാം ജീവിക്കുന്ന ഒരു പിരമിഡ് സ്ട്രക്ചറിലാണ്. നമ്മൾ എത്ര പെർഫോം ചെയ്തെന്ന് പറഞ്ഞാൽ പോലും ഈ പിരമിഡിന്റെ മേളിലേക്ക് എത്താൻ പറ്റുന്നില്ല. കാര്യം എന്താ വെച്ചാൽ, മേളിലോട്ട് വരുന്ന തോറും ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഇപ്പൊ നോക്കുവാണെങ്കിൽ നരേന്ദ്രമോദി ഒരാളെ ഉള്ളൂ, രണ്ടുപേരെ വെക്കാൻ പറ്റത്തില്ല. പക്ഷെ താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് മെമ്പർ, വാർഡ് മെമ്പർ മുതൽ ഒരുപാട് വകുപ്പ് മിനിസ്റ്റർമാരൊക്കെ ഉണ്ട്. പക്ഷെ മുകളിലോട്ട് ചെല്ലും തോറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. കോർപ്പറേറ്റ് സ്ട്രക്ചറിലുള്ള പ്രശ്നം അതാത്. സിഇഒ ഒരാളേ ഉള്ളൂ. കാരണം എത്ര പെർഫോം ചെയ്യാന്ന് പറഞ്ഞാലും മേളിലോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കണമെന്നുള്ള പണ്ടുപോലെയുള്ള ആഗ്രഹം, സ്വപ്നങ്ങൾ അവിടുന്ന് മാറി ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ബിസിനസ്സും ഞാൻ നാട്ടിൽ തുടങ്ങി. പക്ഷെ അതിനൊന്നും എനിക്ക് സക്സസ് ആകാൻ പറ്റിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്കുമാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ ബിസിനസ് ഒക്കെ ഞാൻ തുടങ്ങിയതാണ്. പക്ഷെ അവിടെ ഒന്നും നമുക്ക് വേണ്ട രീതിക്കുള്ള മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ അബുദാബിയിലേക്ക് പോയി. അവിടെ നെക്സസ് ഇൻഷുറൻസ് ബ്രോക്കേഴ്സിൽ കുറച്ച് നാൾ ഉണ്ടായിരുന്നു. ലീവ് എടുത്തിട്ടാണ് പോയത്. മാക്സ് ലൈഫിൽ നിന്ന് ലീവ് എടുത്തിട്ടാണ്. ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫാദറിന് വയ്യാണ്ടായി ഞാൻ തിരിച്ചു വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഈ ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് നമ്മുടെ അനൂപ് സാറാണ്. നമ്മുടെ ഗ്രേറ്റ് ഡയമണ്ട് UTC ലീഡർ അനൂപ് സാറാണ്. അദ്ദേഹം ഇത് പറഞ്ഞു തരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കുറച്ച് പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഈ ബിസിനസ് പറഞ്ഞപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ മൈൻഡ് ബ്ലോക്ക് ആക്കിയ ഒരു കാര്യം, ആഴ്ചയിൽ 2,10,000, മാസത്തിൽ 8,40,000. നാട്ടിൽ ജോലി ചെയ്തു, നാട്ടിൽ ബിസിനസ് ചെയ്തു, വിദേശത്ത് പോയി ജോലി ചെയ്തു, എന്നിട്ട് പോലും ഇവിടെ എങ്ങും 8,40,000 രൂപ കിട്ടുമെന്ന് ഒരു ഓഫർ ആരും തന്നിട്ടില്ല. പക്ഷെ നാട്ടിലുള്ള ഒരാള്, എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്ന് പറയുന്നു, ആഴ്ചയിൽ 8,40,000 തരാം, പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല. പുതിയതായി കേൾക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അത്ഭുതവും സംശയം ഉണ്ടാകാം. എനിക്ക് സംശയം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബിസിനസ് ഒന്നും കാര്യമായിട്ട് ഏറ്റെടുത്തില്ല. പക്ഷെ അദ്ദേഹം തന്ന 1-2 പ്രോഡക്റ്റുകൾ എനിക്ക് ഭയങ്കര ചേഞ്ചസ് ആണ് ഉണ്ടാക്കിയത്. എസ്പെഷ്യലി എനിക്ക് ചേഞ്ചസ് ഉണ്ടായ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ 5 സ്ട്രെസ് ആണ്. ഇൻഷുറൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, ഭയങ്കര സ്ട്രെസ് ഉള്ള മേഖലയാണ്. കാരണം ടാർഗറ്റ് ഓറിയന്റഡ് ആണ്. ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി പോകുന്ന, നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇൻഷുറൻസിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തന്ന പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചു, നല്ലതാണെന്ന് തോന്നി. പക്ഷേ
പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചപ്പോഴും ബിസിനസിനെ പറ്റി ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. പക്ഷേ ഇത് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും മേഖലയിൽ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ വ്യക്തമായി ആ മേഖലയെ പറ്റി ഒരു ധാരണ ഉണ്ടാവണം, അറിവുണ്ടാവണം. ഈ അറിവാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ പ്രതീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എക്സൈറ്റ്മെന്റിലേക്ക് മാറ്റി നമ്മൾ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ നമുക്കൊരു മേഖലയെ പറ്റി ഒരു അറിവില്ലെന്നുണ്ടെങ്കിൽ അജ്ഞതയുടെ ലോകത്ത് നമ്മൾ കറങ്ങി നടക്കുകയുള്ളൂ. അത് ഡയറക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ലോജിക്ക് സാമാന്യ ബുദ്ധി വെച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി. ആഴ്ചയിൽ 2,10,000 മാസം 8,40,000 കിട്ടണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ വാങ്ങിക്കണമെന്ന് പഠിക്കണോ വേണ്ടയോ? സിമ്പിളാണ്. അതെങ്ങനെ നേടിയെടുക്കണമെന്ന് പഠിക്കണോ വേണ്ടയോ? പലപ്പോഴും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, പല ആൾക്കാരെയും ട്രെയിനിങ്ങിന് വിളിക്കാൻ നേരത്ത് ഒരു വിമുഖത കാണിക്കും. പക്ഷേ ഇതിനകത്ത് ട്രെയിനിങ് മസ്റ്റാണ്. അങ്ങനെ ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പം ഏതാണ്ട് ഒരു 5 to 10% എനിക്കൊരു ബിലീഫ് ഉണ്ടായി. ഇത്രയും ബിലീഫ് കിട്ടിയുള്ളൂ. ആ ബിലീഫ് വെച്ച് മുമ്പോട്ട് നടക്കാം. അപ്പോ അങ്ങനെ മുമ്പോട്ട് നടന്നപ്പോ ഈ കമ്പനിയുടെ ഫസ്റ്റ് റാങ്ക് ആയ സ്റ്റാർ എന്ന റാങ്കിലെത്തി. സ്റ്റാർ എന്ന് പറഞ്ഞ റാങ്കിലെത്തുമ്പോൾ എന്ത് വരുമാനം കിട്ടിക്കാണും? ഒരു 6,000 രൂപ. ഇത്രയൊക്കെയാണ് വരുമാനം കിട്ടുന്നത്. പക്ഷേ എനിക്കുണ്ടായ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ, വർഷങ്ങളായിട്ട് ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന മാസമാണ്. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കണമല്ലോ. സ്റ്റാർ ആയപ്പോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 6,000 കിട്ടിയുള്ളൂ, എന്റെ ശമ്പളം 55,000 എന്നല്ല ഞാൻ ചിന്തിച്ചത്. ഞാൻ വർഷങ്ങളായിട്ട് മാസമാണ് വരുമാനം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ആദ്യമായിട്ടൊരു ഓപ്പർച്യൂണിറ്റിയിൽ ആഴ്ചയിൽ വരുമാനം കിട്ടുന്നത്. ഈ ആഴ്ച വരുമാനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചാൽ ആഴ്ചയിൽ 2,10,000 രൂപ വരെ ആക്കിയെടുക്കാം. പ്രൊവൈഡഡ് ആര് വിചാരിക്കണം? ഞാൻ വിചാരിക്കണം. ഞാൻ ചിന്തിച്ച കാര്യം ഇതൊക്കെ തന്നെയാണ്. സോ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. സോ അതിനനുസരിച്ച് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഇതല്ലാതെ വേറൊന്നും എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ ഇതല്ലാതെ വേറൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ ഞാൻ വിശ്വസിച്ചു. കാരണം വെച്ചാൽ ഇതല്ലാതെ ആ സമയത്ത് 2016 കാലഘട്ടങ്ങളിൽ ഇതല്ലാതെ ആ സമയത്ത് എനിക്കൊരു വേറൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ലൈഫിലേക്ക് ഇല്ല, ഇത്രയും വരുമാനം കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും. ആദ്യമായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ അനൂപ് സാർ എന്നോട് ചോദിച്ചു, എന്താണ് നിന്റെ ഒരു ലോങ് ടൈം വിഷൻ, എന്താണ് നിന്റെ കാഴ്ചപ്പാട്? ഞാൻ പറഞ്ഞു, അടുത്ത ആഴ്ചത്തെ കാഴ്ചപ്പാട് എനിക്ക് ഇൻകം വാങ്ങിക്കുക എന്നുള്ളതാണ്. മുമ്പോട്ടൊരു 25,000 റുപ്പീസ് സ്റ്റേബിൾ ആക്കുക, എൻ്റെ ജോലി റിസൈൻ ചെയ്യുക. എന്താണ് ലോങ് ടൈം വിഷൻ? ഞാൻ പറഞ്ഞു, ലോങ് ടൈം വിഷൻ ഇത്രയേ ഉള്ളൂ, വെറുതെ ഇരിക്കുക, പൈസ വാങ്ങിക്കുക. ഒരു ആഫ്റ്റർ 5 years വെറുതെ ഇരിക്കുക, പൈസ വാങ്ങിക്കുക. അതെന്താണ് വെറുതെ ഇരിക്കുക, പൈസ വാങ്ങിക്കുക? ഞാൻ പറഞ്ഞു, അനുപേട്ടാ, എനിക്ക് 100-150 വർഷം ജീവിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. ഈ ലോകത്ത് പല വർണ്ണങ്ങളിലുള്ള, പല കാലാവസ്ഥയിലുള്ള ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് നാടുകൾ ഉണ്ട്. ഇതൊക്കെ എൻ്റെ കണ്ണിലൊന്ന് കണ്ടാ കൊള്ളാന്ന്, ആരോഗ്യമുള്ള സമയത്ത് എൻ്റെ കണ്ണില്, എൻ്റെ സ്വന്തം കണ്ണിലൊന്ന് കണ്ടാ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് 2 സാധനമാണ്. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ, സ്ഥിരമായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ മനുഷ്യന് 2 സാധനമാണ് വേണ്ടത്. ഒന്ന് സമയവും, ഒന്ന് പണവും. ശരിയല്ലേ? പുള്ളി പറഞ്ഞു, നീ ഒരു ITC ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നിന്നേക്കാട്ടിലും കഴിവും കപ്പാസിറ്റിയും ഉള്ള ആൾക്കാർ നിന്റെ ഓർഗനൈസേഷൻ 1-നും 2-നും ഒക്കെ വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് നിനക്ക് നല്ല സമയവും നല്ല പണവും നിനക്കുണ്ടാവും. നീ അതുകൊണ്ട് ശക്തമായിട്ട്, നിന്റെ പ്രതീക്ഷ കൊള്ളാം, നീ ശക്തമായിട്ട് പ്രവർത്തിക്കുക. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ഈ ഒരു ബിസിനസ്സിൽ വന്ന് എനിക്ക് കാണാൻ പറ്റി. അതിന് സമയവും പൈസയും ഉണ്ടായി. സോ അതുകൊണ്ട് തന്നെ മുമ്പോട്ട് പോയി. ആദ്യമൊക്കെ ചെറിയ സംശയങ്ങളും ചെറിയ ഡൗട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത പ്രൊഡക്റ്റിന്റെ ഫീഡ്ബാക്കുകൾ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്താനുള്ള കാരണം, ആ പ്രൊഡക്റ്റും വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിലിരുന്നെങ്കിൽ എനിക്ക് അത്ഭുതം ഉണ്ടാകത്തില്ല, എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാകത്തില്ല. ഞാൻ ആ എടുത്ത പ്രൊഡക്റ്റും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി. കൊടുത്ത ആൾക്കാർ പിന്നെയും പ്രൊഡക്റ്റ് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണല്ലോ, ആൾക്കാർ ഇത് ചോദിക്കുന്നുണ്ടല്ലോ. ഈ ചോദിക്കുന്ന ആൾക്കാർക്കെല്ലാം ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടല്ലോ. പ്രധാനമായിട്ട് ഇവരുടെ എല്ലാം പ്രശ്നം സാമ്പത്തിക പ്രശ്നമാണല്ലോ. ഇവരോട് ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് കൺവിൻസ് ചെയ്യാൻ, ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നവും എൻ്റെ പ്രശ്നവും ഒരുപോലെ തീരുമെന്നല്ലോ എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് ശരിക്കും ഞാൻ തുടക്ക സമയത്ത് എനിക്കുണ്ടായത്. സോ അതുകൊണ്ട് തന്നെ ശക്തമായി പ്രവർത്തിച്ചു. അങ്ങനെ 2016 ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു.
2017 ജോലി റിസൈൻ ചെയ്തു. ഈ സമയത്ത് എനിക്കും ശൈലേഷ് ബാലൻ സാർ നമ്മുടെ GCയിലും എൻറ്റയർ കേരള ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ടായി. ആ അനൗൺസ്മെന്റിന്റെ പേരാണ് ഭ്രമരം. 2017 ഭ്രമരത്തിന് മുബീൻ സാറാണ് അത് ഡയറക്റ്റ് ആ ഇവന്റ് ഓർഗനൈസ് ചെയ്തത്. മുബീൻ സാർ ആ ഭ്രമരത്തിൽ ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു, മീറ്റിങ്ങുകളും കാര്യങ്ങളെല്ലാം നടത്തി. കാലിക്കറ്റ് വെച്ചാണ് നടത്തിയത്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞു, സീലിംഗ് അച്ചീവർ ആകുവാണെന്നുണ്ടെങ്കിൽ വേദിയിലേക്ക് കാറുമായിട്ട് വരാം, കാറുമായിട്ട് വേദിയിലേക്ക് എൻ്റർ ചെയ്യാം. മിനിമം റീജിയണൽ ടീം കോർഡിനേറ്റർ വിത്ത് സീലിംഗ് അച്ചീവർ ആവണം. അന്ന് ഞാനും ശൈലേഷ് ബാലൻ സാറും ഒക്കെ ശ്രീധരൻ സാറും എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ഒന്ന് സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആണ്, സീലിംഗ് അടിച്ചിട്ടില്ല. അങ്ങനെ സീലിംഗ് അടിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്ലാൻ ചെയ്തു. ശരിക്കും സീലിംഗ് അടിക്കാൻ വേണ്ടി ശക്തമായി ഇറങ്ങി തിരിച്ചു. വെറുതെ സീലിംഗ് അടിച്ചതല്ല, സമയത്ത് ഭക്ഷണം കഴിച്ചിട്ടില്ല, സമയത്ത് ഉറങ്ങിയിട്ടില്ല. ശരിക്കും ആ പ്രോഗ്രാമിൽ എന്തെങ്കിലും ഒക്കെ ആയിത്തീരണം. കാരണം ആ ഇവന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു ഭ്രമരം എന്നുണ്ടാവും എന്ന് ഞങ്ങൾക്കറിയില്ല. ആ ഇവന്റിൽ സ്റ്റേജിലോട്ട് കാറിൽ കയറുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ടീമിൽ ഒരുപാട് ആൾക്കാർ ഇവന്റിൽ പങ്കെടുക്കാൻ എത്തും. ചെറിയ ചെറിയ റാങ്കുകളും വലിയ വലിയ റാങ്കുകളിലേക്ക് എത്തും. അവരുടെയൊക്കെ കോൺഫിഡൻസ് ലെവൽ കൂടുമെന്നുള്ള ബോധം ആ ഇവന്റ് ഡിക്ലെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്കുണ്ടായി. സോ അതുകൊണ്ട് തന്നെ 2016 ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ 2017 ഡിസംബർ 22 തന്നെ സീലിംഗ് ആയി. അതേ ആഴ്ചകളിലൊക്കെ തന്നെയാണ് ശൈലേഷ് ബാലൻ സാറിന് സീലിംഗ് ആകുന്നത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അനിൽ സാർ വിളിക്കുമ്പോൾ ശൈലേഷ് ബാലൻ സാർ പറയുന്നു, സാറേ സീലിംഗ് ആവും, ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഈ ആഴ്ച സീലിംഗ് ആവും, ഞാൻ എവിടെ വീണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ട, വീണിട്ടായാലും ഞാൻ സീലിംഗ് ആവും എന്ന് പറഞ്ഞു. അത്ര കോൺഫിഡൻസോടെയാണ് ശൈലേഷ് ബാലൻ അനിൽ സാറോട് പറഞ്ഞത്. സോ അന്ന് ഞങ്ങൾ എല്ലാവരും സീലിംഗ് ആയി. ഭ്രമരത്തില് ശരിക്കും 2018 ഭ്രമരത്തിൽ എല്ലാവരും RTC വിത്ത് സീലിംഗ് അച്ചീവർ ശൈലേഷ് ബാലൻ സാർ NTC ഒക്കെ ആയിട്ട് കയറി. ശരിക്കും അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സോ ആ ടേണിംഗ് പോയിന്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം എന്നാന്ന് വെച്ചാൽ, ആ ഒരു ഇവന്റിന് മുമ്പ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം റിവേറ സൂട്ട്സിൽ ഈ കൂട്ടത്തിൽ അറ്റൻഡ് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. റിവേറ സൂട്ട്സിൽ എറണാകുളത്ത് വെച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാം മുബീൻ സാർ വെച്ചിരുന്നു. ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്ന് കിട്ടുന്ന ഒരു ഊർജ്ജമാണ്, അതിനകത്തുണ്ടായ ചെറുതും വലുതും ഒക്കെയുള്ള അച്ചീവ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഭ്രമരത്തിലേക്ക് ഞങ്ങളെ ഒരു സീലിംഗ് അച്ചീവർ ആയിട്ട് ഒരു RTC ഒക്കെ ആയിട്ട് ഓടിക്കയറ്റിയത്. സോ അങ്ങനെ ആ ഇവന്റ് യൂസ് ചെയ്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടായി. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ ഭ്രമരത്തിന്റെ ഓളം ഇന്നും കഴിഞ്ഞിട്ടില്ല. അവിടുന്ന് മുമ്പോട്ട് പോയി നാഷണൽ ടീം കോർഡിനേറ്റർ ആയി, ജീപ്പ് കോമ്പസ് വാങ്ങിച്ചു. അവിടുന്ന് മുമ്പോട്ട് പോയി CTC ITC ഒക്കെ അടിച്ചു. കോവിഡ് സമയത്ത് തന്നെ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയി. BMW പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റി. ഇന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ 3 വീട് സ്വന്തമായിട്ടുണ്ട്. ഒരെണ്ണം എനിക്ക് ഫാദർ തന്ന വീട്, അതിന്റെ കുറച്ച് ലൈബിലിറ്റി സിസ്റ്ററിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്ത് അതൊരു 10-40 ലക്ഷം രൂപയ്ക്ക് റിനോവേറ്റ് ചെയ്യുന്ന ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഒരു ഹോം സ്റ്റേ, ഒരു 6 റൂമുള്ള ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിന്ന് സംസാരിക്കുന്ന ഈ വീട് 1.5 കോടി രൂപ മുടക്കി ഏതാണ്ട് ഒരു 4 മാസം പോലും ആയിട്ടില്ല ഇങ്ങോട്ട് താമസം മാറിയിട്ട്. അതേ വർഷം തന്നെ, കഴിഞ്ഞ വർഷം തന്നെ എറണാകുളത്തൊക്കെ തുടക്ക സമയത്ത് വർക്ക് ചെയ്ത സമയത്ത് 2018 വെയിലൊക്കെ കൊണ്ട് വർക്ക് ചെയ്യും. ആദ്യം വാങ്ങിച്ചൊരു ബുള്ളറ്റിലൊക്കെ വെയിലും ഒക്കെ കൊണ്ട് വർക്ക് ചെയ്ത സമയത്ത് ഞാൻ പലപ്പോഴും രാത്രിയൊക്കെ ഉറക്കം നിന്നിങ്ങനെ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ആലോചിക്കും, ഇവിടെ എങ്ങാണോ റൂം എടുക്കാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ. കാരണം അതിനുള്ള പൈസ ഇല്ല, തുടക്ക സമയമാണ്. തിരിച്ച് പിന്നെ രാവിലെ ഫോളോ അപ്പിനൊക്കെ വരണം. പക്ഷേ അന്നത്തെ ഒരു ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ, ഇന്ന് എറണാകുളത്തും എനിക്കൊരു അഡ്രസ് ഉണ്ട്, ഒരു വീടുണ്ട്. ശരിക്കും ശൈലേഷ് ബാലൻ സാറിലൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ട്രിനിറ്റി വേൾഡ് എന്ന് പറഞ്ഞാൽ ലോകം തന്നെയാണ്. 800 ഫാമിലിയാണ് അവിടെ ഉള്ളത്. കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് ട്രിനിറ്റി വേൾഡ്, ചിറ്റേടത്ത് കരയിൽ ട്രിനിറ്റി വേൾഡ് എന്ന് പറഞ്ഞ വലിയൊരു അപ്പാർട്ട്മെന്റ്, ഏതാണ്ട് 1 കോടി രൂപയ്ക്ക് അടുത്ത് വിലയുള്ള ഒരു അപ്പാർട്ട്മെന്റ് ഇതിനകത്തൂടെ കഴിഞ്ഞ വർഷം സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റി. അതിനകത്തുള്ളൊരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4 ഹെലിപ്പാഡൊക്കെ അതിന്റെ മുകളിലുണ്ട്. ഇനി ഭാവിയിലൊക്കെ വല്ല മൈനേഴ്സിൽ ക്രൗൺ അംബാസഡർ ആയാലും വേണേൽ ഹെലികോപ്റ്റർ ഒക്കെ വാങ്ങിച്ചു വന്ന് ഇറക്കാം. അതുപോലത്തുള്ള സംവിധാനമൊക്കെ ഉണ്ട്. വലിയ സ്വിമ്മിംഗ് പൂള്, അതുപോലെ തന്നെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ട്, സൂപ്പർ മാർക്കറ്റുകൾ, ടോണി ആൻഡ് ഗേയുടെ മുടിവെട്ട് കട, അങ്ങനെ ഇല്ലാത്തതായിട്ടൊന്നുമില്ല. അതുപോലത്തെ ഒരു വലിയ സംവിധാനം. അതായത് കാർ പാർക്കിംഗ് വരെ ശരിക്കും പറഞ്ഞാൽ ഒരു മാസമോ കഴിഞ്ഞിട്ടാണ് കണ്ടുപിടിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ 3000-ലധികം കാറുകൾ, 800 ഫാമിലി ഉണ്ട്, അതിലധികം കാറുകൾ അതിനകത്ത്, കാർ നമ്പേഴ്സ് അതിനകത്തുണ്ട്. സോ അതുപോലെയുള്ളൊരു പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ വന്നിട്ട് തുടക്ക സമയത്ത് എന്താകുമെന്നുള്ളൊരു വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഈ ബിസിനസ്സിൽ തുടക്ക സമയത്ത് ഉറച്ചു നിന്ന് പ്രവർത്തിച്ച ആൾക്കാർക്ക് എല്ലാവർക്കും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. ഇന്ന് ഈ ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ നിൽക്കുന്നു. ഈ റാങ്കിൽ നിൽക്കാൻ നേരത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നെടുത്ത എഫോർട്ടിനാണോ എനിക്ക് ഇന്ന് കിട്ടുന്ന പ്രതിഫലം വരുന്നത്? അത് ശരിക്കും ഡയറക്ഷൻ ഇല്ലെങ്കിൽ ഇനിഷ്യലി വരുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇന്നെടുത്ത പ്രതിഫലത്തിനല്ല, ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ടു
RTC എന്ന റാങ്കിൽ എടുത്ത എഫോർട്ടിനാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് എനിക്ക് ഈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. കാരണം തുടക്ക സമയത്ത് ഏറ്റവും മനുഷ്യന് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഈ കമ്പനിക്ക് നല്ല പ്രൊഡക്റ്റ് ഉണ്ട്, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുക. അത് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് മാൻ പവർ ആഡ് ചെയ്യണം. നമുക്ക് റിക്രൂട്ട്മെന്റ് വളരെ അത്യാവശ്യമാണ്. ഈ റിക്രൂട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം തുടക്ക സമയത്ത് എന്തുമാത്രം റിക്രൂട്ട്മെന്റ് ഞാൻ ചെയ്തു എന്നുള്ളത് എനിക്കൊരു കണക്കില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്ന് റിക്രൂട്ട്മെന്റ് നിർത്തി. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എന്നാ റീറ്റെയിൽ നിർത്തിയത്? ഞാൻ റീറ്റെയിൽ നിർത്തിയത് എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ സമയമില്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴാണ് ഞാൻ റീറ്റെയിൽ നിർത്തിയത്. സമയമില്ലാത്ത സാഹചര്യം എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് ഹോം മീറ്റിംഗ് എടുക്കാനും ഫോളോ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മീറ്റിംഗ് ഒക്കെ സമയമില്ലാതെ ഓടി നടന്ന് ചെയ്യുന്ന സാഹചര്യത്തിൽ എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ സമയമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ റീറ്റെയിൽ നിർത്തിയത്. എന്നാണ് റിക്രൂട്ട്മെന്റ് നിർത്തിയെന്ന് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. സാർ ഒരുപാട് റിക്രൂട്ട്മെന്റ് നമ്മൾ ചെയ്യണം, പക്ഷെ എന്നാണ് റിക്രൂട്ട്മെന്റ് നിർത്തിയത്? അതും എനിക്കറിയത്തില്ല. കാരണം പുതിയ ഒരാളെ ഞാൻ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവർക്ക് സർവീസ് കൊടുക്കാൻ സമയമില്ലാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ റിക്രൂട്ട്മെന്റ് നിർത്തിയത്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? റീറ്റെയിൽ എന്നാണ് ഞാൻ നിർത്തിയെന്ന് വെച്ചാൽ എനിക്ക് റീറ്റെയിൽ ചെയ്യാൻ സമയമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടുള്ളവരുടെ വർക്കുകൾ എടുക്കാൻ എനിക്ക് സമയമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ റീറ്റെയിൽ ചെയ്യാൻ എനിക്ക് സമയമില്ലാണ്ടായി. റിക്രൂട്ട്മെന്റ് എന്ന് നിർത്തി. പുതിയ ഒരാളെ റിക്രൂട്ട്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സർവീസ് കൊടുക്കാൻ സമയമില്ല. കാരണം നിലവിലുള്ള ടീമിനായിട്ട് ഫുൾ പാക്ഡ് ആണ്. അതിനകത്ത് എത്ര റിക്രൂട്ട്മെന്റ് ചെയ്തു എന്നുള്ള ഒരു അറിവില്ല. കാര്യം ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ടിലും കഴിവും കപ്പാസിറ്റിയുള്ള ആൾക്കാർ വരണം. സോ ഇന്ന് എൻ്റെ ഓർഗനൈസേഷൻ 1ലും 2ലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ എന്നെക്കാട്ടിലും കഴിവും കപ്പാസിറ്റിയുള്ള, എന്നെക്കാട്ടിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരാണ്. സോ ഇൻവെസ്റ്റ് ഇൻ റൈറ്റ് പീപ്പിൾ. അതാണ് ബിസിനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻവെസ്റ്റ് ചെയ്യുക, അവരെ പഠിപ്പിക്കുക, ഡെവലപ്പ് ചെയ്തെടുക്കുക. അവരുടെ ഓരോ അച്ചീവ്മെന്റും നമ്മുടെ അച്ചീവ്മെന്റ് ആയിട്ട് കാണുക. നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ഓരോ അച്ചീവ്മെന്റും. ഇന്ന് ശൈലേഷ് ബാലൻ സാറ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടില് അനീഷ് സാറിന്റെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഹാള് ഇനാഗ്രേറ്റ് ചെയ്തു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൈലേഷ് ബാലൻ സാറിന്റെ അച്ചീവ്മെന്റ് മാത്രമല്ല, അത് അനീഷ് സാറിന്റെ കൂടെ അച്ചീവ്മെന്റ് അല്ലേ? ശരിയല്ലേ? ഒരു സമയത്ത് ശൈലേഷ് ബാലൻ സാറിനെ ഇന്ന് ഇങ്ങനെ ആക്കി എടുക്കാൻ ഒരുപാട് എഫോർട്ട് ഇട്ടൊരു വ്യക്തിയാണ് അനീഷ് സാറ്. അങ്ങനെ ശൈലേഷ് ബാലൻ സാറിനെ അങ്ങ് ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തിയപ്പോൾ അനീഷ് സാറിന്റെ വീട്ടിലുണ്ട് മീറ്റിംഗ് സെന്റർ. ബൈ ഡിഫോൾട്ട് അതും സംഭവിക്കും. സോ കൂടുള്ളവരെ എവിടെങ്കിലുമൊക്കെ എത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതോടെയാണ് ഓരോ ലീഡറും വിജയിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ റാങ്കുകളും, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാങ്കാണ് സ്റ്റാർ എന്ന് പറയുന്നത്. ശരിക്കും ഈ ബിസിനസ്സിൽ തിളങ്ങി തുടങ്ങുന്ന ഒരു റാങ്ക്. നമുക്ക് സ്റ്റാർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ഓരോ സ്റ്റെപ്പുകളും എല്ലാവരും നിങ്ങളും ചിന്തിച്ചു നോക്കിയാൽ മതി. മുബീൻ സാർ ഈ കമ്പനിയിലെ ഏറ്റവും വലിയ അച്ചീവർ ആണ്. ഇയാള് സ്റ്റാർ ആവാതെയാണോ റോയൽ ഡയമണ്ടോ അല്ലെ ക്രൗൺ ഡയമണ്ടോ ആയത്? അനൂപ് സാറും അനീഷ് സാറും ചിന്തിച്ചാൽ മതി. ഡയമണ്ട്സ് ആൻഡ് UTC ആണ്. ഇവരും ആ വഴി തന്നെയല്ലേ പോയത്? നമ്മളും ആ വഴി തന്നെയാണ് കയറിപ്പോണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ 20-ാം തീയതി ഒരു ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം അത് ആരൊക്കെയാ ട്രെയിനിങ് എടുക്കുന്നു പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ 2 ലെജൻസ് ആണ്, 2 ഇതിഹാസങ്ങളാണ് ഏപ്രിൽ 20th നടത്തുന്ന ട്രെയിനിങ്ങിൽ എന്താ പറയാ ട്രെയിനിങ് എടുക്കാൻ വേണ്ടി 25th. സാർ ഏപ്രിൽ 25th ആണോ 20th ആണോ? 25th. ഏപ്രിൽ 25 നടക്കുന്ന ട്രെയിനിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ 2 ലെജൻസ് ആണ് ആ ട്രെയിനിങ് എടുക്കുന്നത്. ഒന്ന് അനീഷ് ബാബു സാറും ഒന്ന് മോഹൻ സാറും. രണ്ടുപേരും ഒന്ന് ഗ്രീൻ ചേംബർ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റും ഒന്ന് എക്കോ ചേംബർ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റും. ഒരാള് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലും ഫുള്ള് മൈലേഷ്യയിലെ ടീം ഹോൾഡ് ചെയ്യുന്ന അനീഷ് സാറും, ഒരാള് തമിഴ്നാട്ടിലും കേരളത്തിലും ഫുള്ള് മൈലേഷ്യയിലെ ടീം ഹോൾഡ് ലീഡേഴ്സ്. സോ ഇവരുടെ പ്രസൻസിൽ ഇവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇവരിൽ നിന്ന് ഒരുപാട് റെക്കഗ്നൈസേഷൻസ് അവിടെ കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞത് 2018 ഭ്രമരം നടക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു ട്രെയിനിങ് റിവേറ സൂട്ട്സിൽ നടന്നായിരുന്നു. സെയിം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ നവംബർ 1 2026 നവംബർ 1 തന്നെ ഭ്രമരം പോലെ തന്നെ ഒരു ഇവന്റ് നമ്മുടെ ശൈലേഷ് ബാലൻ സാർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എക്സോറ. ഈ ഇവന്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പുറപ്പാടാണ് ശൈലേഷ് ബാലൻ സാർ. ഒരു ചരിത്രം പിന്നെയും തിരുത്തി എഴുതുക, അല്ലെങ്കിൽ ഒന്നും കൂടെ റീറൈറ്റ് ചെയ്യുക.
അതിന്റെ സെയിം പാറ്റേണിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭ്രമരത്തിന്റെ സെയിം പാറ്റേണിലാണ് ഈ ട്രെയിനിങ്ങും ഈ പ്രോഗ്രാം പോകുന്നത്. എനിക്ക് തോന്നുന്നു ഭ്രമരത്തിന്റെ അതേ വേദി തന്നെയാണ് അദ്ദേഹം അവിടെ പ്രോഗ്രാം നടത്താൻ കൺഫേം ചെയ്തിരിക്കുന്നു തോന്നുന്നു. എന്നോട് അങ്ങനെ പറഞ്ഞത്. കാരണം 2018 ഭ്രമരം നടക്കുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു റിവേറ സ്യൂട്ട്സിൽ മുബീൻ സാറിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം, ടീമിനെ എന്തെങ്കിലുമൊക്കെ ആക്കി അവിടെ കയറ്റണമെന്നുള്ള ഒരു തീരുമാനമാണ് എന്നെയും ശൈലേഷ് ബാലൻ സാറിനെയൊക്കെ ഭ്രമരത്തിൽ ഒരു സീലിംഗ് അച്ചീവർ ആക്കി അവിടെ കയറ്റിയത്. എന്റെ മുമ്പിൽ ഈ സ്ക്രീനിൽ തെളിഞ്ഞു നിൽക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ബഹുമാനരായ നിങ്ങൾ ഓരോരുത്തരും എന്താണ് ചെയ്യേണ്ടത്? ഈ ചരിത്രം റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ വരാൻ പോകുന്ന ഭ്രമരം പോലെയുള്ള ഒരു ചരിത്രം ശൈലേഷ് ബാലൻ സാറ് രണ്ടാമത് ഒന്ന് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഏപ്രിൽ 25 നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ മാക്സിമം സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്ത് മാക്സിമം ആ പ്രോഗ്രാമിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക. എങ്ങനെയാണ് വിജയിക്കേണ്ടതെന്ന് വെച്ചാൽ വിജയിച്ച ആൾക്കാർ പോയ വഴിയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അതിനെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി. കൂടുതലായിട്ട് വേറൊന്നും ചെയ്യണമെന്നില്ല ഈ ബിസിനസ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ. നേരെ നമ്മൾ സിസ്റ്റത്തിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്ന കണക്ക്, അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്ന കണക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഭ്രമരത്തിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ മതി, ഒന്നും കൂടെ ചെയ്താൽ മതി. സോ 2026 ഏപ്രിൽ 25 നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം, ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിക്കുക. സ്റ്റാർ ഉത്സവ് അത് പങ്കെടുത്താൽ മാത്രം പോരാ, ടീമിൽ നിന്നും മാക്സിമം ആൾക്കാരെ സ്റ്റാർ ആയിട്ട് അവിടെ പങ്കെടുപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ മാക്സിമം പങ്കെടുക്കുന്ന ആ ഒരു ടീമിനും ലീഡേഴ്സിനും വലിയ കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു ബിലീഫ് സിസ്റ്റം, ബിലീഫ് ശരിക്കും പറഞ്ഞാൽ ഈ ബിസിനസ്സിലൂടെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു വിശ്വാസം ഒരാൾക്കല്ല ഒരു കൂട്ടത്തിന് കിട്ടുന്നവരുടെയാണ് വലിയ ചേഞ്ചസ് ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്നത്. ഞാൻ എടുത്തു പറയുന്നു, ഈ ബിസിനസ്സിലൂടെ എൻ്റെ ജീവിതത്തിൽ ഉള്ള എല്ലാ പ്രശ്നങ്ങളും ഈ ബിസിനസ്സിലൂടെ പരിഹരിക്കാൻ പറ്റുമെന്നുള്ള ഒരു ബിലീഫ് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ കിട്ടുന്ന ഒരു വ്യക്തിക്കല്ല, ഒരു കൂട്ടത്തിനാണ്. ആ കൂട്ടത്തിലുള്ള ഓരോ വ്യക്തികൾക്കുമാണ് ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ നിന്നും പിന്നീടുള്ള എക്സോറ എന്ന പ്രോഗ്രാമിലേക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ പോകുന്നത്. സോ ആ ട്രെയിനിങ് പ്രോഗ്രാം ഏപ്രിൽ 25 നടക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമിൽ മാക്സിമം സ്റ്റാറുകളെ ക്രിയേറ്റ് ചെയ്യുക. ലീഡേഴ്സ് ഓരോ റാങ്കിലെങ്കിലും ലിഫ്റ്റ് ചെയ്ത് മേളിലോട്ട് പോവുക. എക്സോറ എന്ന് പറഞ്ഞ പ്രോഗ്രാം ശരിക്കും കാലിക്കറ്റ് നടക്കുന്നു. ആ പ്രോഗ്രാമിൽ ഒരു വലിയ അച്ചീവറായിട്ട് കയറുക, ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുക. കാരണം ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ കാലഘട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. വൈ? നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്ലാൻ ബൈനറി. ഒരു 10, 20, 25 വർഷം മുമ്പേ ഈ ബൈനറി എന്ന് പറഞ്ഞ പ്ലാൻ കാണാൻ നേരത്ത് ആൾക്കാർക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത് മണി ചെയിൻ ആണോ? അല്ലെങ്കിൽ പണ്ട് ഇതുപോലെയുള്ള പ്ലാൻ കണ്ട ആൾക്കാർക്ക് തോന്നും ഇതെന്താണ് ലെഫ്റ്റും റൈറ്റും. ആക്ച്വലി ഇതെന്താണ്? ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിച്ചതാണ്, ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് പഠിച്ചതാണ്. വാട്ട് ഈസ് ബൈനറി? ബൈനറി ഈസ് എ സോഫ്റ്റ്വെയർ, നത്തിങ്. ബൈനറി ഈസ് എ സോഫ്റ്റ്വെയർ, ഒരു മാൻ മെയ്ഡ് സോഫ്റ്റ്വെയർ മാത്രമാണിത്. എന്തിനാണ് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത്? ഒരു ഫാക്ടറിയിൽ നിന്നും ഒരു എൻഡ് യൂസറുടെയിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ ഒരുപാട് ആൾക്കാർ ഡിസ്ട്രിബ്യൂട്ടർ എന്ന പേരിൽ പ്രവർത്തിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം പേരും ID നമ്പറും രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് ടേൺ ഓവർ എടുത്ത് വെച്ചിട്ട് നമുക്ക് പേയ്മെന്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ടേൺ ഓവർ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ ഇൻസെന്റീവ്, കമ്മീഷൻ കൊടുക്കാൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ്വെയർ മാത്രമാണ് ബൈനറി. പക്ഷേ ഇത് പലപ്പോഴും ഇത് സോഫ്റ്റ്വെയർ അല്ല, ഇത് വേറെ എന്തോ ഒരു സാധനമാണ് ആണ് കുറെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു തട്ടിപ്പ് ഇതിന്റെ മുമ്പേ നടന്നത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇത് മനസ്സിലാക്കി, ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഇത് മനസ്സിലാക്കി, പല കമ്പനികളും മനസ്സിലാക്കി. ആ ശരിക്കും ബൈനറിയിലൂടെ കറക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ പല ആൾക്കാരിലേക്ക് എത്തിക്കാൻ തുടങ്ങി. അത് എത്തിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് വോളിയം ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ആ വോളിയം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ആഴ്ച 2,10,000 വരെ വാങ്ങിക്കാൻ തുടങ്ങി. ഡയമണ്ട് ആവുന്നു, UTC ഒക്കെ ആവുന്നു. പക്ഷേ ഇവിടുത്തെ എക്സൈറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ 2-3 വർഷമേ ആയിട്ടുള്ളൂ, മാക്സിമം 1.5 വർഷമേ ആയിട്ടുള്ളൂ ഇത് ലീഗലൈസ്ഡ് ആയിട്ട്. പക്ഷേ പബ്ലിക്കിന് ഇപ്പോഴും എന്താണെന്നൊരു ധാരണയില്ല. അങ്ങനെ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലായ, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, ഇവിടെ കോമ്പറ്റീഷൻ വളരെ കുറവാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇതിന്റെ പേരിൽ
മുമ്പ് ഇത് വന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇന്ന് പഠിച്ച് വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിൽ നിന്ന് ഇറങ്ങി ഇന്ന് ബിസിനസ് ചെയ്യാൻ ഫാമിലിയിൽ പൊട്ടൻഷ്യൽ ഉള്ള എത്ര പേര് ഇറങ്ങി ഇന്ന് ഈ ബിസിനസ് ചെയ്തേനെ. അങ്ങനെ പ്രൊഫഷണൽസിന്റെ ഇടയ്ക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരുന്നു? ഒരു കാരണവശാലും അത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വലിയ കോമ്പറ്റീഷൻ ഉണ്ടായനെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അജ്ഞത തന്നെയാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി. പക്ഷേ ആ അജ്ഞതയിൽ ഓരോരുത്തരെ റിക്രൂട്ട് ചെയ്ത് ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ എക്സോറ എന്ന് പറഞ്ഞ പോലുള്ള പ്രോഗ്രാമിൽ നിങ്ങൾ 1000 പേരെയോ 2000 പേരെയോ പങ്കെടുപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി, ഞാൻ ഭ്രമരത്തിൽ 900 പേരെ പങ്കെടുപ്പിച്ചു. 900 പേരെ, 900 അല്ല, അത് തന്നെ 900 പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. സോ അത്രയും ആൾക്കാരെ പങ്കെടുപ്പിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിനാണ് അത്രയും ഒരു വലിയ സമൂഹത്തിന് എനിക്ക് ബിലീഫ് കൊടുക്കാൻ പറ്റി. അവരുടെ അജ്ഞത, ഈ പ്ലാൻ എന്ന് പറയുന്നത് വളരെ പൊട്ടൻഷ്യൽ ഉള്ളൊരു സാധനമാണ്. അവരുടെ അജ്ഞത മനസ്സിലാക്കി കൊടുത്തുകൊണ്ടാണ് ആ ഭ്രമരം കഴിഞ്ഞ് ആസ് സൂൺ ആസ് പോസിബിൾ കോവിഡ് വരെ വന്നു. പക്ഷെ കോവിഡ് സമയത്താണ് ITC ആയത്. എന്തുകൊണ്ട്? 900ഓളം ആൾക്കാർക്ക്, 900ഓളം ആൾക്കാർക്ക് ഭ്രമരം എന്നുള്ളൊരു വേദിയിൽ അവരെ ഞാൻ എത്തിച്ചു. ശൈലേഷ് ബാലൻ സാറും അതിന് മേളിൽ എത്തിയിട്ടുണ്ട്. 1000-ലധികം ആൾക്കാരെ സാറോടെ കയറ്റിയിട്ടുണ്ട്. അത്ര ആൾക്കാരുടെ ബിലീഫാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത്, എൻ്റെ കൂടെ വന്നവരുടെ ലൈഫിലും ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയത്. സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ മാത്രമല്ല വിജയിച്ചത്. എന്നെക്കാട്ടിലും വലിയ വീട്ടിൽ താമസിക്കുന്ന, എന്നെക്കാട്ടിലും വില കൂടിയ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇന്ന് ടീമിലുണ്ട്. ഇന്ന് കേരളം മൊത്തവും ബിസിനസ് ഉണ്ട്. അന്ന് ആ ഒരു എഫേർട്ട് ഭ്രമരത്തിന്റെ സമയത്ത് 2018 എടുത്ത ആ ഒരു എഫേർട്ട് കാരണം ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്ന 2 ദിവസം ഉണ്ട് ഇന്ന്. നിങ്ങൾക്കും അതുപോലെ ആവണം. പണ്ട് എനിക്ക് ശനി ഞായർ വരുന്ന സന്തോഷം, ഇന്നത്തെ ദിവസം സന്തോഷം വരുന്ന ദിവസം അതാ. ഒരു വെള്ളിയാഴ്ച ഭയങ്കര സന്തോഷമാണ്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്ക സമയത്തൊക്കെ രാത്രി 12 മണിയൊക്കെ ഇരിക്കുമായിരുന്നു. ഇപ്പൊ നമ്മളൊരു ടാർഗറ്റ് ഉണ്ട്. ആ ടാർഗറ്റ് കഴിയുമ്പോൾ മൊബൈലൊക്കെ മാറ്റി വെച്ചാൽ കിടക്കും. പക്ഷെ രാവിലെ ആകുമ്പോൾ, ശനിയാഴ്ച രാവിലെ ആകുമ്പോൾ പിന്നെ എക്സൈറ്റ്മെന്റ്, പ്രതീക്ഷേനെ കാട്ടിലും കൂടുതൽ വോളിയം കയറി. വെള്ളിയാഴ്ച ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. പിന്നൊരു എക്സൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഒരു ബുധനാഴ്ച ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്. കാരണം ലക്ഷക്കണക്കിന് രൂപയാണ് അക്കൗണ്ടിലേക്ക് വരുന്നത്. കാരണം ഒരു ഐഡിയ അല്ല, മൾട്ടിപ്പിൾ ഐഡീസ്. പ്രത്യേകിച്ച് മന്ത്ലി കട്ട് ഓഫിലൊക്കെ ആണെങ്കിൽ മന്ത്ലി ഇൻകം എല്ലാം കൂടെ വരും. സോ അങ്ങനെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, ഈ ബിസിനസ്സിൽ വന്നുകൊണ്ടൊരു പ്രത്യേക, കാരണം ഈ ഒരു മീറ്റിംഗ് മൺഡേ നടക്കേണ്ടതാ, ഇന്നലെ നടക്കേണ്ടതാ. പക്ഷെ ഞാൻ ശൈലേഷ് പാൻ സാറിനോട് ചോദിച്ചു, സാറേ ഞാൻ ട്യൂസ്ഡേ അറ്റൻഡ് ചെയ്താൽ പോരെ? അങ്ങനെ ആൾ ചോദിച്ചു എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഞാൻ മോളായിട്ടൊരു യാത്ര പോവാം. പിന്നെ ആള് ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞു ഊട്ടി. എങ്ങനാ പോകുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പുതിയൊരു ഹിമാലയൻ എടുത്തു, ഒരു ബൈക്ക് എടുത്തു, അതിലാണ് പോകുന്നത്. മോള് 10ാം ക്ലാസ് എഴുതി കഴിഞ്ഞേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ ലോങ് റൈഡ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ അതുപോലത്തുള്ള ബൈക്കുകൾ വേണം. ആ ബൈക്കിലൊക്കെ അത്രയും ദൂരം പോകണമെങ്കിൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ജാക്കറ്റും പാന്റും ഷൂസൊക്കെ തന്നെ 10-20,000 രൂപയാണ് ഒരാളുടേത്. ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് ഞാൻ ഈ യാത്രകളോട് ഭയങ്കര ക്രേസാന്ന് പറഞ്ഞു. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഞാൻ അനൂപ് സാറിനോട് ഒരു വാക്ക് പറഞ്ഞായിരുന്നു, എനിക്കൊരു 5 വർഷം കഴിഞ്ഞ് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനുള്ളിൽ ടീം സെറ്റ് ആവണം, ITC ആവണം, ലെഫ്റ്റും റൈറ്റും ഉള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ തുടക്കത്തിൽ ഞാനൊരു ബുള്ളറ്റ് വണ്ടി വാങ്ങിച്ചായിരുന്നു, ഒരു 500cc. ഇതുമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മൊത്തം ഒന്ന് കാണാൻ പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ പുള്ളിയോട് തുടക്കത്തിൽ ഞാൻ ചോദിച്ചു, എനിക്ക് ലേ ലഡാക്കും സിയാച്ചിനും ഉംലിംഗ്ല എന്നൊരു സ്ഥലമുണ്ട്, ഉംലിംഗ്ല. ആ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 19,300 അടി മേളിലാണ് സമുദ്രനിരപ്പിൽ നിന്നും. 19,300 അടി മേളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൊക്കത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് പോലും നമുക്ക് നിൽക്കാൻ പറ്റില്ല, ശ്വാസം കിട്ടത്തില്ല. അപ്പം അത് ഇന്ത്യയുടെ ഒരു ഫൈനൽ, ഇന്ത്യയുടെ റോഡ് എത്തുന്ന ലാസ്റ്റ് സ്ഥലമാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബോർഡർ റോഡ് അതോറിറ്റി വെൽക്കം ടു ദ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ദ വേൾഡ്. ബോർഡർ റോഡ് അതോറിറ്റി വെൽക്കം യു ടു ദ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ദ വേൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അവിടം വരെ ഒന്ന് പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഈ അനൂപ് സാറിന്റെ കയ്യില് ചോദിക്കും, സാറേ എപ്പോ പോകാൻ പറ്റും? NTC ആകുമ്പോൾ പൊക്കോ. അപ്പൊ പുള്ളിക്കറിയാം എന്താണ് ഇയാളുടെ മോട്ടിവേഷൻ, യാത്രയ്ക്ക് പോകണം, ഈ സ്ഥലത്ത് പോകണം.
അപ്പൊ ഞാൻ പറഞ്ഞു NDC ആയപ്പോ കഷ്ടപ്പെട്ട് NDC ആയപ്പോ ആളുടെ ഒക്കെ ചെന്ന് ചോദിച്ചു ഞാൻ പോട്ടെ. അപ്പൊ പുള്ളി പറഞ്ഞു വേണ്ട, CTC ആയാൽ പോക്കോ. CTC ആയാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, ITC എന്താ ഇത്രയും വരെ താമസിച്ചില്ലേ, ഇത്രയും വരെ വീട്ടിൽ ITC ആയാൽ പൊക്കോളാൻ പറഞ്ഞു. ITC ആയപ്പോ ചേട്ടനും അനിയനും കൂടെ എന്നെ വിളിച്ചു, ചോദിച്ചു പോണില്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എങ്ങോട്ട്? അല്ല നീ ഉംലിംഗ്ല പോണം, നിനക്ക് സിയാച്ചിൻ പോണം എന്നൊക്കെ പറയുന്നു, പോയിട്ട് വാ. ഇനിയിപ്പൊ നീ എത്ര നാള് മാറിയെന്നെങ്കിൽ പോലും, ഒരു 2-3 ദിവസം മാസം മാറിയെന്നെങ്കിൽ പോലും നിന്റെ ടീമിൽ അഫക്റ്റ് ചെയ്യത്തില്ല. അതുപോലെയുള്ള സ്ട്രക്ചർ ബിൽഡ് ആയിട്ടുണ്ട്. നിന്നെ പ്രതീക്ഷിക്കാതെ, നിന്നെ നോക്കാതെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നിന്റെ ടീമിൽ വന്നു, നീ പോയി വാ മോനെ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് വണ്ടിയൊക്കെ റെഡിയാക്കി, ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി. പോയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ വലുതായിട്ട് പൈസ ഇടാറില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഈ സാധനങ്ങളോട് ഭയങ്കര ക്രേസാണ്. എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഞാൻ ലുലുവിലോട്ട് പോയി ഒരു റോളക്സ് വാച്ച് കണ്ടാൽ ഞാൻ കയറി വാങ്ങിക്കും. അതിനൊരു 5-6 ലക്ഷം രൂപ വരും. എൻ്റെ ഒരു നേച്ചർ അതാണ്. ഒരു മൗണ്ട് ബ്ലാങ്കിന്റെ പേന കണ്ടു കഴിഞ്ഞാലും വാങ്ങിക്കും. കാരണം ഇതിനോടൊക്കെയുള്ള ക്രേസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തി, അല്ലെങ്കിൽ ബിസിനസ് തിരഞ്ഞെടുക്കാൻ ഞാൻ കാരണമായത്. കാരണം 8,40,000 ആവശ്യമുണ്ട്. ഒരുപാട് സ്ഥലങ്ങൾ കാണണമെന്ന്, ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കണമെന്നൊക്കെ ഒരുപാട് ആഗ്രഹം. അതിന് പൈസ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോ ഞാൻ ഈ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരു 10,000 റുപ്പീസ് എങ്ങാണ്ട് അതിനകത്ത് ഇട്ടു. നോക്കാം മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് അക്കൗണ്ടിലും. പക്ഷെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ഏതാണ്ട് 45 ദിവസം ഞാൻ തിരിച്ചു വന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,45,000 റുപ്പീസ് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ബിസിനസ്സിലില്ല, എന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഏതാണ്ട് 6,500 കിലോമീറ്റർ വണ്ടി ഓടിക്കണം, 10-12 മൗണ്ടെയിൻ പാസ് ചെയ്യണം, പല സ്ഥലങ്ങളിലും കാർഗിലോട്ടൊക്കെ പോകുന്ന വഴി പല സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടാകത്തില്ല, വൈഫൈ കണക്ട് ചെയ്താൽ മാത്രമേ കോള് വരുള്ളൂ, ബിസിനസ്സിലില്ല, ആരുമായിട്ടും സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ മൈ ലൈഫ് സ്റ്റൈൽ വന്ന ഒരൊറ്റ കാരണം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിൻ്റെതോ ആവശ്യമെന്ന് വെച്ചാൽ അതിനെപ്പറ്റി ചിന്തിക്കാതെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 10-45 ദിവസം തിരിച്ചു വരാൻ പറ്റിയ ബൈക്ക് ഓടിച്ചുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമേ ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയ സമയത്തെ ഞാൻ അനൂപ് സാറിനോട് പറഞ്ഞു, സാറേ ഈ ഉംലിംഗ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്ന ആൾക്കാരെല്ലാം ഒരു ഫ്ലാഗും കൊണ്ടുപോകാറുണ്ട്. അവർ കൊണ്ടുപോകുന്ന ഫ്ലാഗ് ഇന്ത്യയുടേതാ, ഇന്ത്യയുടെ പതാകയും കൊണ്ട് പോകാറുണ്ട്. ഇത് പൊക്കി പിടിച്ചോണ്ടാണ് അവിടെ ഫോട്ടോ എടുക്കുന്നത്. സാറേ എനിക്ക് മൈലേജിൽ ITC ആകാൻ പറ്റിയാൽ, ദൈവം ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാൽ അവിടെ എത്താൻ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കും മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഫ്ലാഗ് പിടിച്ചുകൊണ്ടേ ഞാൻ ഫോട്ടോ എടുക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് തന്നെ ഇവിടുന്ന് പോകാൻ നേരത്തെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ഫ്ലാഗ് ഞാൻ തയ്യാറാക്കി വെച്ചിരുന്നു. അതും പിടിച്ചുകൊണ്ടാണ് അത്രയും ഹൈറ്റിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഫോട്ടോ എടുക്കാൻ നിന്നത്. സോ ഈ ബിസിനസ്സിൽ വന്നത് കൊണ്ട് അത്രയും ഒരു സമയ സ്വാതന്ത്ര്യവും ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം. ഞാൻ ഇതാണ് ആ ഫോട്ടോ, ജസ്റ്റ് ഒന്ന്, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉംലിംഗ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി എടുത്തുന്നൊരു ഫോട്ടോ. 19,024 അടി മേളിലാണ്. ബോർഡർ റോഡ് അതോറിറ്റി വെൽക്കം യു ടു ദ ഹയസ്റ്റ് മോട്ടറബിൾ പാസ് ഇൻ ദ വേൾഡ്. ഇതൊക്കെയാണ് ആ ഫ്ലാറ്റ്. ട്രിനിറ്റി വേൾഡ് കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്ന വീട്. അതുപോലെ തന്നെ BMW ITC, ഇത് ഒരുപാട് വസ്തുക്കളും അതുപോലെ തന്നെ ലാൻഡുകളൊക്കെ വാങ്ങിക്കാൻ പറ്റി, കാറുകളും എല്ലാം വാങ്ങിക്കാൻ പറ്റി. എല്ലാം ഈ ബിസിനസിന്റെ അഡ്വാൻറ്റേജ് ആണ്. ശരിക്കും ഈ ബിസിനസ്സിന് ഈ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് വെച്ചാൽ ഇനിയാണ് ഇതിന്റെ ഫ്യൂച്ചർ ഉണ്ടാകാൻ പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രൊഫഷണൽസ് ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്നു. അതിന് വ്യക്തമായ റീസൺ ഉണ്ട്. ഓരോരുത്തരും പഠിക്കുമ്പോഴും ഓരോരുത്തരും വളരുമ്പോഴും പേരൻസിനാണെങ്കിൽ പോലും അവരുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ പോലും അവർക്കാണെങ്കിൽ പോലും വലിയ പ്രതീക്ഷയുണ്ട്. ഏത് പ്രൊഫഷൻ ചെയ്യണം, ഏത് ബിസിനസ് ചെയ്യണം, ഏത് ജോലി ചെയ്യണം. ഇതൊക്കെ നമ്മളുടെയൊക്കെ ലൈഫിൽ പണ്ട് പോലെ നമ്മളുടെ പേരൻസ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഡോക്ടർ ആകണോ, എഞ്ചിനീയർ ആകണോ, അല്ലെ ഗവൺമെന്റ് എംപ്ലോയി ആണോ, പ്രൈവറ്റ് എംപ്ലോയി ആണോ, ഇത് അല്ലെ ബിസിനസ്സുകാരനാണോ, ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ എങ്കിൽ ആ സമയത്ത് ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെ, ഓരോ ജോലിയും ചെയ്ത് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരെയാണ് കണ്ടത്. ഗൾഫിൽ പോകുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പല ആൾക്കാരെ അതുകൊണ്ട് ഗൾഫിൽ പോകാൻ ആഗ്രഹിച്ചു. ഗവൺമെന്റ് എംപ്ലോയി ആയിട്ടുണ്ട്, ബാങ്ക് മാനേജർ ആയിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുകൊണ്ട് ബാങ്ക് മാനേജർ ആക്കാൻ മക്കളെ തീരുമാനിച്ചു. അല്ലെ പല ആൾക്കാർ അത് അറിഞ്ഞുകൊണ്ട് പഠിച്ചു. പല ആൾക്കാരും എഞ്ചിനീയറിംഗ് എടുത്ത് വിദേശത്ത് പോകുന്ന ആൾക്കാരെ കണ്ടു. അതുകൊണ്ട് പല ആൾക്കാരും അങ്ങനെ അത് കണ്ടുപഠിച്ചു. പക്ഷേ എങ്കിൽ ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലങ്ങളിലൊക്കെ സാധാരണയായിട്ടുള്ള ചെറുപ്പക്കാര്, എന്നാൽ സ്കൂളിലൊന്നും അത്രയും, ഞാനൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അത്രയും വലിയ പെർഫോമർ ഒന്നുമല്ല.
പക്ഷെ സാധാരണയായിട്ടുള്ള ചെറുപ്പക്കാര് അവരുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നു. ശരിക്കും നോക്കുവാണെങ്കിൽ ശൈലേഷ് ബാലൻ സാറിന്റെ വീടിന്റെ പരിസരത്ത് അത്രയും വലിയ മീറ്റിംഗ് സെന്ററും സ്വിമ്മിംഗ് പൂളും ഉള്ള വീട് കാണും. ഒന്ന് ചിന്തിച്ചേ. ഇപ്പം ഇവിടെ പറവൂര് ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്ന ഒരു വീടാണ് അനൂപ് സാറിന്റെ, അനീഷ് സാറിന്റെ. ഇനി എന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ വീട്ടിലാണെങ്കിലും അച്ഛന്റെ വീട്ടിലാണെങ്കിലും ബന്ധപ്പെട്ട ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നതും ഏറ്റവും വില കൂടിയ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നതും ഏറ്റവും വില കൂടിപ്പുള്ള ലക്ഷറി വീട്ടിൽ താമസിക്കുന്നതൊക്കെ ഞാൻ ഒരുത്തനേ ഉള്ളൂ. അതായത് ഞാനല്ല, ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ഓരോരുത്തരുമാണ് ഇന്ന് ഏറ്റവും മെച്ചപ്പെട്ട ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി. ഒന്ന് ചിന്തിച്ചേ, ശൈലേഷ് ബാലൻ സാറിന്റെ വീട്ടിൽ പോയ ആൾക്കാര് ആ പരിസരത്ത് ഒരു 2-3 കിലോമീറ്റർ പരിസരം ഒന്ന് സറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര, ആ പരിസരത്ത് 3-4-5 കിലോമീറ്ററിനുള്ളിൽ സ്വിമ്മിംഗ് പൂളുള്ള എത്ര വീട് കാണും? ഒരു കോൺഫറൻസ് റൂമുള്ള എത്ര വീട് കാണും? ഡോക്ടറിന്റെ വീടും കാണത്തില്ല, NRIയുടെ വീടും കാണത്തില്ല, ചാർട്ടർ അക്കൗണ്ടിന്റെ വീടും കാണത്തില്ല. അത് ഒരേ ഒരുത്തന്റെ വീടേ ഉള്ളൂ, അതൊരു ഡയറക്ടറുടെ വീടാണ്. ശരിയല്ലേ? ഇന്ന് എന്റെ പരിസരം നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ആവറേജ് ഒരു മാസം 2.25 ലക്ഷം രൂപ GST പേ ചെയ്യുന്നുണ്ട്. അതായത് എന്റെ ഒരു മാസത്തെ സാലറിയുടെ 4 ഇരട്ടി. ഇങ്ങനെ GST പേ ചെയ്യുന്ന ഒരു 5 കിലോമീറ്റർ സറൗണ്ടിങ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് കാണും? വിരലിലെണ്ണാൻ പറ്റിയ 1-2 ആൾക്കാർ. ഈ ഒരു 10-42 വയസ്സിൽ 3 വീട്, അതും ഓരോ വീട് 1 കോടി രൂപയ്ക്ക് 1.5 കോടി രൂപയ്ക്ക് മേളിൽ വിലയുള്ള 3 വീട് എത്ര പേർക്ക് ഉണ്ടാക്കാൻ പറ്റും ഒരു 10-42 വയസ്സിനുള്ളിൽ? ഞാൻ പറഞ്ഞു വന്നത്, ഇതിന്റെ ഫ്യൂച്ചർ ഡയറക്റ്റ് സെല്ലിംഗ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം ഓരോ 10-20 കിലോമീറ്ററുകൾക്കുള്ളിൽ വരുന്ന 2030 കൂടി സമൂഹത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നയിക്കുന്ന ആൾക്കാരായിട്ട് മാറും 10-20 കിലോമീറ്ററിനുള്ളിൽ ഓരോ ഡയറക്റ്റ് സെല്ലേഴ്സും. ഈ സാഹചര്യത്തിൽ ഈ വളർച്ച കണ്ട് ഓരോ അച്ഛനമ്മമാരും ഓരോ കുട്ടികളും അടുത്ത ജനറേഷൻ ഇന്ന് 10ാം ക്ലാസ് എഴുതുന്നതോ ഇന്ന് ഡിഗ്രിക്ക് പഠിക്കുന്നതോ ഇന്ന് PGക്ക് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് നിൽപ്പുണ്ട്. ഇവര് കാണുന്നുണ്ട് ഇന്ത്യൻ മാർക്കറ്റിംഗിൽ, ലോക വിപണിയിൽ, ഡയറക്റ്റ് സെല്ലിംഗിൽ ഓരോ മനുഷ്യന്റെയും വളർച്ച. ഒന്ന് ചിന്തിച്ചാൽ മതി, എല്ലാവർക്കും സന്തോഷമായിട്ട് ജീവിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആൾക്കാർ തിരഞ്ഞെടുക്കുകയുള്ളൂ. ഈ വരുന്ന അടുത്ത ജനറേഷൻ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി അല്ലെ ബെസ്റ്റ് ഇൻഡസ്ട്രിയാണ് ദാറ്റ് ഈസ് ഡയറക്റ്റ് സെല്ലിംഗ്. അതുകൂടാതെ അവർ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അച്ചീവേഴ്സ് ഉള്ള, ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏത് മേഖലയാണെന്ന് കൂടെ ആൾക്കാർ നോക്കും. ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുള്ള, ഞാൻ പറയുന്നത് വെറും പ്രാക്ടിക്കലാ, മോട്ടിവേഷൻ അല്ല, യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് ഒരു ITCയുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്? കഴിഞ്ഞ ദിവസം പ്രിയേഷ് സാർ വാങ്ങിയൊരു വണ്ടി, കണ്ണൂരുകാരനാണ്, ഫിലിം സ്റ്റാർസ് ഒക്കെ ഉപയോഗിക്കുന്ന വാഹനമാണ് വാങ്ങിയത്, റേഞ്ച് റോവർ. ബെല്ലി സാർ ഇപ്പൊ ഒരു വീട് വെക്കുന്നു. എത്ര സ്ക്വയർ ഫീറ്റാ? ആ വീടിന്റെ 10,000 സ്ക്വയർ ഫീറ്റ്. ചിന്തിച്ചേ, ഒരു ഗൾഫിൽ പോയ ഒരാൾക്ക് എത്ര പേർക്ക് വെക്കാൻ പറ്റും? ഒരു ഗവൺമെന്റ് ജോലി ചെയ്യുന്ന ഒരാൾക്ക് എത്ര പേർക്ക് വെക്കാൻ പറ്റും? ഒരു ഡോക്ടറിന് എങ്ങനെ പറ്റും? ഇതെല്ലാം സാധിച്ചിരിക്കുന്നത് വളരെ ഷോർട്ട് ടൈമിൽ, അതായത് 10 വിരല് എണ്ണുന്ന വർഷം പോലും എടുത്തിട്ടില്ല ഇത്രയും വലിയ അച്ചീവ്മെന്റിലേക്ക് ഈ ഓരോ വ്യക്തികളും എത്താൻ. ഇത് നാളെ ഈ പറയുന്ന ഏപ്രിൽ 25-ാം തീയതി സ്റ്റാർ സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിൽ നിന്ന് തുടക്കം കുറിക്കുന്ന, സ്റ്റാർ ഉത്സവം എന്ന് പറഞ്ഞ തുടക്കം കുറിക്കുന്ന ഒരാൾക്ക്, ഞാൻ ഇന്ന് നാളെ എന്ന് ഞാൻ പറയുന്നില്ല, 2035-ലെങ്കിലും ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടോ, ഒരു 1 കോടി രൂപയുടെ കാറോ, ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ള വീടോ, ഒരു വലിയ മീറ്റിംഗ് സെന്റർ ഉള്ള വീടോ, അതിലേക്ക് എത്താൻ പറ്റത്തില്ലേ വെറും 6 to 7 ഇയേഴ്സ് കൊണ്ട്? നമ്മൾ ഇതല്ലാതെ വേറെ ഏത് ഓപ്പർച്യൂണിറ്റിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഗ്യാരണ്ടി ഉണ്ടോ എത്താൻ പറ്റുമെന്നുള്ളത്? കാരണം എത്തിയ ഒരാളാണ് ഈ സംസാരിക്കുന്നത്. 5-6 വർഷം കൊണ്ട് എത്തിയിട്ടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെയൊക്കെയുള്ള അച്ചീവ്മെന്റ് പല ആൾക്കാർക്കും ഉണ്ടാകുമ്പോൾ ഒരു സമൂഹം ഈ ബിസിനസിനെ, ഈ ഇൻഡസ്ട്രീനെ അത്ഭുതത്തോടു കൂടി കാണും.
ഈ ഇൻഡസ്ട്രിയിൽ വന്ന ആൾക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടു മനസ്സിലാക്കിയിട്ട് ഒരുപാട് നെക്സ്റ്റ് ജനറേഷൻ ഏറ്റവും കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് സുഹൃത്തുക്കളെ നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ 25-ൽ നടക്കുന്ന പരിപാടി നന്നായിട്ട് ഉപയോഗിക്കുക. സ്റ്റാർ ഉത്സവം നന്നായിട്ട് ഉപയോഗിക്കുക. എക്സോറ എന്ന് പറഞ്ഞ പ്രോഗ്രാം കാലിക്കറ്റിൽ നടക്കുന്നു. നവംബർ 1-ാം തീയതി കോഴിക്കോട് വെച്ച് നടക്കുന്നു. സമയം ഇനിയുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, 7 മാസം. പക്ഷേ 7 മാസത്തേക്ക് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വാച്ച് കിട്ടിയിട്ടില്ല, ആരെങ്കിലും വാച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഊരി വീട്ടിൽ വെച്ചേക്ക്. കാരണം 9 മണിയായി ഭക്ഷണം കഴിച്ചില്ല, 1:30 ഭക്ഷണം കഴിച്ചില്ല, രാത്രി 9 മണിയായി ഭക്ഷണം കഴിച്ചില്ല, 10 മണിയായി ഉറങ്ങണം. ഈ സാധനം അതിലിട്ട് നോക്കരുത് 7 മാസത്തേക്ക്. ഞങ്ങൾ ഭ്രമരത്തിന് മുമ്പേ വാച്ച് അടിച്ചു വെച്ച് ഓടിയതാ. സീലിംഗ് അച്ചീവർ എന്ന് വെച്ചാൽ സീലിംഗ് അച്ചീവർ 2-10 പെഡലിക്ക് മുകളിൽ തലയുണ്ടെങ്കിലേ അടിച്ചിട്ട് അവിടെ നിൽക്കുന്നുള്ള തീരുമാനം എടുത്തായിരുന്നു. അതിന്റെ റിസൾട്ടാണ് ഇന്ന് ശൈലേഷ് ബാലൻ സാറും ഞാനും ഒക്കെ, ശരിക്കും ഞാൻ ശ്രീധരൻ സാറ്, ബെന്നി സാർ, അങ്ങനെ ബിജു സാർ, ഒരുപാട് ആൾക്കാർ ഇന്ന് ITC ആയിട്ട് നിൽക്കുന്നത്. സോ നവംബർ 1-ാം തീയതി പ്രോഗ്രാം നിങ്ങൾ നന്നായിട്ട് പ്ലാൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു വരുന്ന ഒരു സംഭവം മുഴുവിച്ചില്ല. ഈ ബിസിനസ്സിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി. എൻ്റെ മോള് 10-ാം ക്ലാസ് കഴിഞ്ഞേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം എനിക്ക് വണ്ടികളോട് വലിയ ക്രൈസ് ഉണ്ട്. റോയൽ എൻഫീൽഡ് ഒരു വണ്ടി ലോഞ്ച് ചെയ്തു, ഹിമാലയൻ റാലി എന്ന് പറയുന്നത്. 4.5 ലക്ഷം രൂപയാണ് അതിന്റെ വില. ശരിക്കും ഒരാളൊരു വണ്ടി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം, 4.5 ലക്ഷം രൂപയ്ക്കുള്ള ഒരു ബൈക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ദിവസം പ്ലാൻ ചെയ്യണം, ആലോചിക്കണം. ഞാൻ ചിന്തിച്ച കാര്യം രാത്രി കിടന്ന് ഇങ്ങനെ ആലോചിച്ചു. കാരണം ഞാൻ ഗോവയിൽ, എനിക്ക് ഓൾറെഡി ഒരു ബൈക്ക് ഉണ്ട്. അതിനകത്ത് ഞാൻ എല്ലാ വർഷവും ഗോവയിൽ റൈഡ് പോകാറുണ്ട്, മോട്ടോവേഴ്സ് എന്ന് പറഞ്ഞത്. ഈ റൈഡിന് പോയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി അവിടെ ലോഞ്ച് ആയത്. 2 ദിവസം തിരിച്ചു വന്ന് വൈകുന്നേരം തിരിച്ചു വന്നു. അത്രയും ദൂരം റൈഡ്, ഗോവ ടു കേരള വരെ റൈഡ് ചെയ്തു, ബൈക്കിൽ റൈഡ് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ചിന്ത, ആ വണ്ടി എടുക്കണം. ശരിക്കും രാത്രി ചിന്തിച്ച കാര്യം വെച്ചാൽ രാവിലെ തന്നെ പോയി ആ വണ്ടി ബുക്ക് ചെയ്യണം. കാരണം ഇനി ആരോടെങ്കിലും അഭിപ്രായം ചോദിച്ചു, ഒരെണ്ണം ഉണ്ടല്ലോ, ഇനി ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ എന്ന് ആരെങ്കിലും ഒരു ചോദിച്ച് ഒന്ന് മൈൻഡ് ബ്ലോക്ക് ആക്കിയാൽ, ഒരു ബ്രെയിൻ വാഷ് ചെയ്താൽ വേണ്ട തീരുമാനം എടുക്കും. അതുകൊണ്ട് തന്നെ ആര് പറഞ്ഞാലും വേണ്ട തീരുമാനം എടുക്കരുത്. മനസ്സ് മാറുന്നതിന് മുമ്പേ പോയ വണ്ടി ബുക്ക് ചെയ്യണം. ഒന്ന് ചിന്തിച്ചേ, മനസ്സ് മാറുന്നതിന് മുമ്പേ പോയി വണ്ടി ബുക്ക് ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ഒന്ന് ആലോചിക്കണം. അതും ഫിനാൻസ് ഒന്നും ഇട്ടല്ല എടുത്തത്. 4-5 ക്രെഡിറ്റ് കാർഡുകളുണ്ട്. അവിടെ കൊണ്ട് സ്വൈപ്പ് ചെയ്താണ് ആ വണ്ടി വാങ്ങിച്ചത്. കാരണം 45 ദിവസത്തിനുള്ളിൽ ബില്ല് വരും. ഓൾറെഡി 3 ആഴ്ച വരാനുള്ള പൈസ ഉൾപ്പെടെ നമുക്കറിയാം ആ വണ്ടിയുടെ വിലക്കുള്ള പൈസ വരാനുണ്ട്. അത് 3 ആഴ്ച ഇൻകം വരാനുണ്ട് 2 ഐഡിയിൽ നിന്നും. അത് 3ഉം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ വിലയ്ക്കുള്ള ഇൻകം വരാനുണ്ട്. ആ കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ വാഹനമൊക്കെ വാങ്ങിച്ചു. ഈ 2026-ൽ ഞാൻ 2 വാഹനം എടുത്തു. 2026 തുടങ്ങിയിട്ട് 3 മാസമേ ഉള്ളൂ. അപ്പൊ ആ ബൈക്കിൽ എൻ്റെ മോൾ എന്നോട് പറഞ്ഞു എനിക്കൊരു റൈഡ് പോകണമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ പ്രോപ്പർട്ടി ഉണ്ട് ഊട്ടിയിൽ. ഞാൻ ഈ മീറ്റിംഗ് ഇന്നലെ കയറേണ്ടതാണ്, പക്ഷെ ഞാൻ ഇന്നലെയാണ് വന്നത്. ആളുമായിട്ട് ഞാൻ വെള്ളിയാഴ്ച ആ ബൈക്കിൽ 15 വയസ്സുള്ള ആൾക്ക്, ആളെയും കൊണ്ട് നമ്മൾ എപ്പോഴും റീല് കണ്ടപ്പോ എപ്പോഴും ആഗ്രഹിക്കും മസനഗുഡി വഴി ഊട്ടി. ഇവിടുന്ന് നേരെ നിലമ്പൂര് വന്ന് എൻ്റെ മോളുമായിട്ട് ഞാൻ മസനഗുഡി വഴി ഊട്ടിയിലൊക്കെ ചെന്ന് 2 ദിവസം അവിടെ താമസിച്ച് മേട്ടുപ്പാളയം, കോയമ്പത്തൂർ വഴി ഇവിടെ വന്നു. ഒന്ന് ചിന്തിക്കുക, 10-ാം ക്ലാസ്സുകാരിയെയും കൊണ്ട് അങ്ങൊരു യാത്ര ഒരപ്പന് പോകണമെന്നുണ്ടെങ്കിൽ 4.5 ലക്ഷം രൂപ മുടക്കി ഒരു ബൈക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ശരിക്കും ഞാൻ ഗൾഫിൽ നിന്നിരുന്നെങ്കിൽ, ഞാൻ മാക്സ് ലൈഫിൽ നിന്നിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് സാധിക്കത്തില്ലായിരുന്നു. ദാറ്റ്സ് എ പവർ ഓഫ് മൈ ലൈഫ് സ്റ്റൈൽ. മൈ ലൈഫ് സ്റ്റൈൽ നിന്നുകൊണ്ട് മാത്രമാണ് അത് സാധിച്ചത്. ശരിക്കും പറഞ്ഞാൽ ITCക്ക് ശേഷം ഒരുപാട് യാത്രകളും കാര്യങ്ങളും. എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഷിംല. കഴിഞ്ഞ സീസണിൽ ഷിംലയ്ക്ക് പോയി. ഞാൻ ഈ വരുന്ന ഏപ്രിൽ 15-ാം തീയതി ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയുടെ സ്ഥലം രുദ്രപ്രയാഗ്. നമുക്കെല്ലാം അറിയാം, അളകനന്ദ ഭാഗീരഥിയുടെ ഒരു സംഗമമാണ് ഹിമാചൽ പ്രദേശ് രുദ്രപ്രയാഗ്. 2 നദിയും കൂടി ഒഴുകി വരുന്ന ഒരു സ്ഥലം. 2-ന് 2 കളറാണ്, പക്ഷെ ഇതും കൂടെ സംഗമിക്കത്തില്ല. കളർ അങ്ങോട്ടും കൂടെ മിക്സ് ആകത്തില്ല. ഈ സ്ഥലത്തു നിന്നും 15 ദിവസം നീണ്ടു നിൽക്കുന്ന ഹിമാലയത്തിന്റെ ഒരു സൈഡിലൂടെയുള്ള ട്രക്കിംഗ് ആണ്. അലി ബെദ്നി ബുഗ്യാൽ എന്ന് പറയും. ആ സ്ഥലത്തേക്ക് ഏപ്രിൽ 15-ാം തീയതി പോവുകയാണ്. സോ ഓൾറെഡി ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ട്രക്കപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ആഗ്രഹം ഈ ബിസിനസ്സിൽ വന്ന സമയത്ത് ഒന്നേ ഉള്ളൂ, മനുഷ്യൻ വളരെ കുറച്ച് ചവിട്ടുന്ന സ്ഥലങ്ങളിലൂടെ എൻ്റെ പാദം സ്പർശിച്ചെനിക്ക് പോകണം. മനുഷ്യൻ കുറച്ച് ചവിട്ടുന്ന സ്ഥലങ്ങൾ, ഒരു ടാർഗറ്റ്, ഒരു ഭ്രാന്തമായ സ്വപ്നം.
മനുഷ്യൻ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ്ല ജംഗ്ഷനിൽ എന്തുമാത്രം ആൾക്കാർ കാര്യം കൊണ്ട് ചവിട്ടി കാണത്തില്ലേ? ഇനി ഊട്ടി കൊടൈക്കനാൽ എന്തുമാത്രം ആൾക്കാർ ചവിട്ടി കാണും. പക്ഷെ ഞാൻ പോയ ലിംഗ്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്ര പേര് അവിടെ ഫുട് പ്രിന്റ് പതിപ്പിച്ച് കാണും? എനിക്ക് ഇങ്ങോട്ട് ചില ചിന്തകളൊക്കെ ഉണ്ട്. ലിംഗ്ല എന്ന് പറഞ്ഞ 19,100 അടി മേളിൽ എത്ര പേര് അവരുടെ കാൽപാദം പതിപ്പിച്ച് കാണും? ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന 0.1% പതിപ്പിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഇനി പോകാൻ പോകുന്ന സ്ഥലം വളരെ വിരലിലെണ്ണപ്പെട്ട ആൾക്കാർ മാത്രമേ അവിടെ ഫുട് പ്രിന്റ് പതിപ്പിച്ചിട്ടുള്ളൂ. ഒരാഗ്രഹം, മനുഷ്യനായിട്ട് ജനിച്ച വെറും ഒരു ആഗ്രഹം. കാരണം ഒന്നാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് കണ്ണിൽ കാണുക. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി, അലി ബേദ്നി ബുഗിയാൽ. രുദ്രപ്രയാഗിൽ നിന്നും 15 ദിവസം നടപ്പ, റോഡില്ല. അവിടം വരെ അവരുടെ വണ്ടി കൊണ്ടുപോകും. പിന്നെ 15 ദിവസം എന്നെ വിളിച്ച ഒരു മനുഷ്യന് കിട്ടൂല. കാരണം ഇവിടെ അങ്ങ് റേഞ്ച് ഇല്ല, ഒരു പേടിയില്ല. ഈ 15 ദിവസത്തിനുള്ളിൽ 2 വെള്ളിയാഴ്ചയുണ്ട്. ഈ 2 വെള്ളിയാഴ്ചയും വക്കു പൊട്ടാതെ 2,16,000 വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ, സമ്പത്ത് കാലത്ത് ഞാൻ കുറച്ച് തൈവത്ത് വെച്ചായിരുന്നു. അതായത് എനിക്കിപ്പോ 10, 40, 43, 44 വയസ്സിന് ആണെന്നല്ലോ, 33, 32 വയസ്സിലൊക്കെ, അല്ല 34, 35 വയസ്സിലൊക്കെ ഞാൻ കുറച്ച് തൈ അങ്ങോട്ട് വെച്ചു. ഒരു തൈയുടെ പേര് മിഥുൻ വി കുമാർ, ഒരു തൈയുടെ പേര് രാജീവണ്ടി രാജ, ഒരു തൈയുടെ പേര് നൗഷാദ്, ഒരു തൈയുടെ പേര് ജോസഫ് ആന്റണി, ഒരു തൈയുടെ പേര് ജോയി കെ വൈ, ഒരു തൈയുടെ പേര് അച്ചുവൻതൻ, ഒരു തൈയുടെ പേര് ഷിജു ഗോപിനാഥ്. ഇങ്ങനെ കുറച്ച് തൈ അങ്ങോട്ട് വെച്ചു സമ്പത്ത് കാലത്ത്. അതായത് ഇപ്പോഴും ആരോഗ്യത്തിന് കുറവൊന്നുമില്ല, എന്നാൽ ആ സമയത്ത് കുറച്ച് തൈ വെച്ചു. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 10 കഴിച്ചുകൊണ്ടിരിക്കുക. ഇനി കുറച്ചും കൂടെ മലയാളത്തിൽ മനസ്സിലാകുന്ന രീതിക്ക് പറഞ്ഞാൽ, കർമ്മം ചെയ്യൂ, ഫലം ഇച്ഛിക്കണ്ട, ഫലം ദൈവം തരും. നിങ്ങളെ വിളിച്ചാ കിട്ടിയില്ലെങ്കിൽ പോലും 2-10 കുറവുണ്ടാകത്തില്ല. ഇങ്ങനെ കുറെ കാലം കറങ്ങി വന്നപ്പോൾ അനീഷ് സാർ പറഞ്ഞു, അനൂപ് സാറും പറഞ്ഞു, 1-2 വർഷമായില്ലേ കറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്, സൂട്ടും കോട്ടുമായിട്ടുള്ള പരിപാടിക്ക് മാത്രമേ പോകണുള്ളല്ലോ, ഇനി അതുകൊണ്ട് പരിപാടി നിർത്തിക്കോ, കുറച്ച് ഫീൽഡ് വർക്കും കൂടെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വിസ്മയ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അനൂപേട്ട, ഞാൻ ഇങ്ങനെ ഒരു ട്രിപ്പും കൂടെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതും കൂടെ കഴിഞ്ഞാൽ പിന്നെ 2 വർഷത്തേക്ക് ഞാൻ ഒരു പരിപാടിയും പിടിക്കുന്നില്ല. അപ്പൊ എന്താണ് പരിപാടിയും ചോദിച്ചപ്പോൾ പറഞ്ഞു, രണ്ടാമത്തെ ഐഡി ITC-യിലാക്കണം, ടോപ്പ് ഐഡി WTC-യിൽ എത്തണം, ഇതൊക്കെയാണ് പരിപാടി. അടുത്തത് ഡയമണ്ടിലേക്ക് പോകണം. അപ്പൊ എന്താ അതിന്റെ പരിപാടി എന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 മാസം മുമ്പ് നടന്ന വിസ്മയത്തിൽ എനിക്ക് 1 ഡസൻ ഗസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞു. 1 ഡസൻ ഗസ്റ്റ്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്ലാനിങ്. കാരണം 1 ഡസൻ 2 ഡസനൊക്കെ ആയിട്ട് വേണം. അങ്ങനെ ഒരു 12 പേരുണ്ടാവും എന്ന് പറഞ്ഞു. ഞാൻ ഒരുപാട് ആൾക്കാരെ വിളിച്ചു. കാരണം വിളിച്ചവരൊക്കെ വന്നു. കാരണം ഇന്ന് എൻ്റെ അച്ചീവ്മെന്റ് കൊണ്ട് ആ കോൺഫിഡൻസോടെയൊക്കെ വിളിക്കുമ്പോൾ വരും. തുടക്ക സമയത്തും ആ കോൺഫിഡൻസോട് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വിളിച്ച ആൾക്കാരെല്ലാം വന്നു. അതിനകത്ത് കുറെ ആൾക്കാർ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിനകത്ത് കുറെ ആൾക്കാർ വളരെ സീരിയസ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. അതിനകത്ത് ഒരു മനുഷ്യൻ, അയാൾക്ക് മിനി കൂപ്പർ വരുന്നുണ്ട്, ഫുൾ ടൈമറാ, ഫിനാൻസറാണ്. അയാളുടെ മൂത്ത മോനെയും വൈഫിനെയൊക്കെ ഏൽപ്പിച്ചാണ് നിൽക്കുന്നത്. ഒരാള് അയാളും ഫുൾ ടൈമറാണ്. പുള്ളി ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫസ്റ്റ് മന്ത് തന്നെ TC ആയി, സെക്കൻഡ് മന്ത് ATC ആവുന്നു. ഈ മാസം പെർഫോമൻസ് ബോണസ് അടിച്ചിട്ടുണ്ടാവും. അത് ലാസ്റ്റ് വീക്കാണ്. അതിന് 3-ാമത്തെ ആഴ്ച പുള്ളി പെർഫോമൻസ് ബോണസ് അടിച്ചു. ആള് ദേവസ്വം ബോർഡിന്റെ ഒരു കോൺട്രാക്ടറാണ്. ഓൾ കേരള ദേവസ്വം ബോർഡിന്റെ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കോൺട്രാക്ടർ. ഞാൻ പറഞ്ഞത്, ഇതുപോലെയുള്ള വരുമാനമുള്ള ആൾക്കാർ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് വരിക. പക്ഷെ തുടക്ക സമയത്തൊക്കെ നമ്മുടെ കൂടെ നിന്ന ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ പിന്നീട് ആൾക്കാർ ഞാൻ വിളിച്ചിട്ടില്ല, കാരണം എനിക്ക് വിളിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ സമയമില്ല. പക്ഷെ ഇപ്പൊ എൻ്റെ ടീമൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വിളിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ സമയമുള്ളത് കൊണ്ട് വന്നു. അതുകൊണ്ട് തന്നെ ഫീൽഡ് വർക്ക് കൂടി, ഡീസൽ 10-35,000 രൂപയ്ക്ക് അടിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നു. കാരണം ഇപ്പോഴും രാവിലെ എനിക്ക് ഇറങ്ങണം, ഞാൻ ഇപ്പൊ കൊല്ലം പോവാം. ഡീസൽ 10-35,000 രൂപയ്ക്ക് വയ്ക്കുന്ന സാധനം വന്നു. ഈ സമയത്ത് വീടിന്റെ മുകളിൽ സോളാർ വെച്ചു. കഴിഞ്ഞ ഒരു 3 ആഴ്ച മുമ്പേ ഒരു 10-22 ലക്ഷം രൂപ വിലയുള്ള വിൻസർ എന്ന് പറഞ്ഞൊരു വണ്ടി ഓടാൻ വേണ്ടി മാത്രം, എന്നാൽ നിലവിലുള്ള വണ്ടികളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഓടാൻ വേണ്ടി മാത്രം ഒരു വിൻസർ വാങ്ങിച്ചു. നിങ്ങൾ ചിന്തിച്ചാൽ മതി, നിങ്ങളുടെ ലീഡറും EV-യിലേക്ക് മാറിയിട്ടുണ്ട്. BE9 അദ്ദേഹവും ഓടാൻ വേണ്ടി തന്നെയാണ്. ഇതിന്റെയൊക്കെ ഓർമ്മപ്പെടുത്തലാണ് ഞാൻ പറയുന്നത്. അനീഷ് സാറും EV-യിലേക്ക് മാറി. ഓടിക്കൊണ്ടേയിരിക്കുന്നവരാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നത്. എന്നോട്ടം നിർത്തുന്നു അന്ന് ദ്രവിക്കാൻ തുടങ്ങും. എന്നോട്ടം നിർത്തുന്നു അന്ന് മനുഷ്യനാണെങ്കിലും ദ്രവിക്കാൻ തുടങ്ങും. സോ
ബി അഗ്രസീവ്, ബി കോൺഷ്യസ്. നമ്മൾ അഗ്രസീവായിട്ട് നിൽക്കുക, വളരെ കോൺഷ്യസ് ആയിട്ട് നിൽക്കുക, വലിയ പ്രതീക്ഷയോടുകൂടി വർക്ക് ചെയ്യുക. കാരണം ഡയറക്ട് സെല്ലറെ സംബന്ധിച്ചോളം ഡയറക്ട് സെല്ലറിന് ഒരു ക്യാപ്ഷൻ വീഴും, ആരാണ് ഡയറക്ട് സെല്ലർ? ഡയറക്ട് സെല്ലറെ സംബന്ധിച്ചോളം ഇത്രയേ ഉള്ളൂ, ബി എ സെൽഫ് സ്റ്റോറി ടെല്ലർ. സ്വന്തം കഥ പറയുന്ന ഒരാളായിട്ട് ജീവിതത്തിൽ മാറുക. ആ കഥ കേട്ടിട്ട് പ്രചോദനമായി ഒരു സമൂഹത്തിന് ഈ ബിസിനസ് ചെയ്യുക എന്നൊരു സാഹചര്യത്തിലേക്ക് മാറുക. ഒരു സെൽഫ് സ്റ്റോറി ടെല്ലിംഗ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഒരു ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ നിങ്ങളാവുമ്പോൾ നിങ്ങൾ പ്രത്യേക ഒരു അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയുടെ പേരാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, കൈവിട്ട വളർച്ച. ആ അവസ്ഥയുടെ പേരാണ് പാസീവ് ഇൻകം, വെറുതെ ഇരുന്നാൽ കിട്ടുന്ന 2 10. അങ്ങനെ കൈവിട്ട വളർച്ചയും വെറുതെ ഇരുന്നാൽ 2,16,000 കിട്ടണമെന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും 2,16,000 കിട്ടുന്ന വാങ്ങിക്കുന്ന ഓരോ ഡസൻ ആൾക്കാരെ വെച്ച് ക്രിയേറ്റ് ചെയ്യുക. ഓരോ ഡസൻ ആൾക്കാരെ വെച്ച് ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി എ സെൽഫ് സ്റ്റോറി ടെല്ലർ എന്നുള്ള ആ വാക്യം നിങ്ങളുടെ ജീവിതത്തിലും പ്രാക്ടിക്കലി പോസിബിൾ ആകും, നടപ്പിലാകും. പക്ഷേ അത് ആര് നടപ്പിലാക്കണം? അവനവൻ തന്നെ നടപ്പിലാക്കണം. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന സമയത്തും ഞാൻ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ പ്രശ്നവും എൻ്റെ പ്രതിസന്ധിയും തീർക്കാൻ ഈ ലോകത്ത് ആരാണുള്ളത്? എൻ്റെ പ്രശ്നവും പ്രതിസന്ധിയും എൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ തീർക്കാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരുത്തനേ ഉള്ളൂ. അത് കണ്ണാടിയിൽ ഞാൻ പോയി നിൽക്കുമ്പോൾ കാണുന്ന ഞാൻ തന്നെ. നിങ്ങളും ഈ ബിസിനസ്സിലൂടെ നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ പ്രതിസന്ധികളും ഒക്കെ തീർക്കാൻ ഒരേ ഒരു മനുഷ്യനെ ഈ ഭൂലോകത്ത് ജീവിച്ചിരിപ്പുള്ളൂ, നിങ്ങളുടെ കണ്ണാടിയിൽ കാണുന്ന നിങ്ങൾ. ആ ഒരു പച്ചയായ സത്യം ഈ ലോകത്ത് ബുദ്ധിയോടെ ജീവിച്ചിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കണം. ബാക്കി എല്ലാവരും പുറത്തു നിന്നൊരു സപ്പോർട്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫാമിലിക്കാണെങ്കിലും ലീഡേഴ്സിനാണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും കമ്പനിക്കാണെങ്കിലും പ്രോഡക്റ്റുകൾക്കാണെങ്കിലും പുറത്തു നിന്നൊരു സപ്പോർട്ട്, നമ്മളെ ഒന്ന് മുമ്പോട്ട് നയിക്കാൻ ഒരു സപ്പോർട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ സ്വന്തം കണ്ണാടിയിൽ കാണുന്ന ആ വ്യക്തി തന്നെ ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരൂ. അതിനുവേണ്ടി ലീഡേഴ്സ് ശൈലേഷ് ബാലൻ സാറ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വേദിയാണ് ഏപ്രിൽ 25 സ്റ്റാർ സെലിബ്രേഷൻ. അതുപോലെ തന്നെ നവംബർ 1 എക്സോറ. ഈ പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിന്റെ നടുക്കണ്ടം ഞാൻ കൊണ്ടുപോകും എന്നുള്ളൊരു തീരുമാനം എടുക്കുക. എങ്ങനെയാണ് ഈ പ്രോഗ്രാം ഒരു വ്യക്തിയുടെ പ്രോഗ്രാമായി മാറുന്നത്? ആ പ്രോഗ്രാമിന്റെ പാർട്ടിസിപ്പേഷൻ ഒരു 10,000 പേരാണെന്നുണ്ടെങ്കിൽ അതൊരു 2,500 3,000 പേരുടെ പാർട്ടിസിപ്പേഷൻ പിടിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെ തുടക്കക്കാരനായിട്ടൊരാള് 10 100 പേരുടെ പാർട്ടിസിപ്പേഷൻ പിടിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം ആ പ്രോഗ്രാം അയാളുടെ പ്രോഗ്രാം ആക്കി മാറ്റുന്നത്. ഇന്ന് ഡിസ്ട്രിബ്യൂട്ടർ ആകണമെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസ് ബോണസ് അടിച്ച് ഒരു സ്റ്റേറ്റ് ടീം കോർഡിനേറ്ററോ ഒരു സോണൽ ടീം കോർഡിനേറ്ററോ ഒക്കെ ആകുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിരിക്കാം ആ പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ഭാഗം കൊണ്ടുപോകുന്നത്. അടുത്ത ആ പ്രോഗ്രാമിൽ മാക്സിമം ആൾക്കാരെ പങ്കെടുപ്പിച്ച് എനിക്കിതിലൂടെ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് ഒരു ബോധ്യപ്പെടുന്ന ഒരു ലീഡറും ഒരു സമൂഹം ആയിരിക്കാം ഇറങ്ങി തിരിച്ച് നാളെ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ പോകുന്നത്, ചരിത്രം കുറിക്കാൻ പോകുന്നത്. സോ എക്സോറ എന്ന് പറഞ്ഞ പ്രോഗ്രാം, നവംബർ 1-ാം തീയതി നടക്കുന്ന എക്സോറ എന്ന പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചരിത്രമായി മാറട്ടെ. എപ്പോഴും എനിക്ക് ട്രാഫിക് എന്നുള്ള സിനിമയിൽ ഒരു ഡയലോഗ് ഓർമ്മ വരും, ഞാൻ ട്രെയിനിങ്ങിലൊക്കെ ഇടാവുന്നതാണ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾ ഇവിടെ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ നിങ്ങളുടെ ഒരു എസ് വരുന്നൊരു തലമുറയ്ക്ക് ചരിത്രമായി മാറും. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇവിടെ ഒന്നും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ എക്സോറ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയി ഒരു വലിയ ടീമിനെയുമായിട്ട് ഒരു ലീഡർഷിപ്പിൽ ഒരു വിജയിയായിട്ട് അവിടെ കയറി നിന്നാൽ, നിങ്ങളെ ഫോളോവേഴ്സ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ കൂടെ കയറി നിന്ന ഓരോ ആൾക്കാരുടെയും ജീവിതത്തിൽ ഒരു ചരിത്രമായിരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും എക്സോറ നവംബർ 1 2026 കോഴിക്കോട് വെച്ച് നടക്കുന്നത്. സോ ആ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആകട്ടെ.
ഭ്രമരം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആക്കി. ആ ഭ്രമരത്തിൽ രാത്രി എന്നില്ല പകലെന്നില്ലാതെ ഓടിയുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആയിട്ട് ഞാൻ നിൽക്കുന്നത്. 3 ജില്ലകളിൽ 3 വീടുള്ളത്, യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നത്, ഇഷ്ടമുള്ള വാഹനങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നത്, ഇഷ്ടമുള്ള ഭക്ഷണം, ഇഷ്ടമുള്ള വസ്ത്രം, ഇതെല്ലാം സാധിക്കുന്നത് ഒരു വലിയ ടീമിനെ ബിൽഡ് ചെയ്തെടുക്കാൻ സാധിച്ചുകൊണ്ടാണ്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതും ശൈലേഷ് ബാലൻ സാർ ഏറ്റവും കൂടുതൽ സഹായിച്ച പ്രോഗ്രാമാണ് ഭ്രമരം. അതിന്റെ ഹിസ്റ്ററി ശൈലേഷ് ബാലൻ സാറ് ഇവിടെ റീക്രിയേറ്റ് ചെയ്യുകയാണ്. അന്ന് ഞങ്ങൾ STCO ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നുണ്ടെങ്കിൽ, ഇന്ന് ഭ്രമരത്തിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് ഈ ഇരിക്കുന്ന ITC ആണെന്നുണ്ടെങ്കിൽ, നാളെ എക്സോറയുടെ ബൈ പ്രോഡക്റ്റ് ആയിരിക്കണം. 2030 എൻ്റെ കണ്ണിന്റെ മുമ്പിൽ ഈ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളും എക്സോറയുടെ ബൈ പ്രോഡക്റ്റ് ആയിരിക്കണം. 2030 മിനിമം ITC ആയിട്ട് അവിടെ കയറി നിൽക്കുന്നത്. സോ അതിനുവേണ്ടി ശക്തമായി ഇറങ്ങിത്തിരിക്കുക. വലിയ വിജയങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. റൈറ്റ് ടൈം റൈറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ വന്നിട്ടേ കാര്യമുള്ളൂ. യഥാർത്ഥ സമയത്ത് യഥാർത്ഥ അവസരം. സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇന്ന് യഥാർത്ഥ സമയത്ത് യഥാർത്ഥ അവസരമാണ്. സോ അതിൽ ശക്തമായി പ്രവർത്തിക്കുക. ഒരിക്കൽ കൂടി എന്നെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച എൻ്റെ സ്വന്തം സഹോദരൻ ശൈലേഷ് ബാലൻ സാറിനും അതുപോലെ തന്നെ ശ്രീധരൻ സാറിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് എക്സോറ എന്ന പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു വെരി മച്ച്.